നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. കേരളത്തിലെ BJPയുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് രാജീവ് ചന്ദ്രശേഖർ വരുന്നു. BJPയുടെ ഗ്രൂപ്പ് രാഷ്ട്രീയ സമവാക്യങ്ങളൊക്കെ പൊളിച്ചെഴുതി, പരമ്പരാഗത രാഷ്ട്രീയ നേതാക്കളെയൊക്കെ മാറ്റി നിർത്തി വ്യവസായിയും ടെക്നോക്രാറ്റുമൊക്കെയായ രാജീവ് ചന്ദ്രശേഖറിനെ അധ്യക്ഷ പദവിയിലേക്ക് BJP കേന്ദ്ര നേതൃത്വം കൊണ്ടുവരികയാണ്. തമിഴ്നാട്ടിൽ അണ്ണാമല എന്ന മുൻ IPS ഓഫീസറെ പരീക്ഷിച്ചതുപോലെ കേരളത്തിൽ രാജീവ് ചന്ദ്രശേഖറിനെ പരീക്ഷിക്കുന്നു. കഴിഞ്ഞ കുറേ കാലമായി നരേന്ദ്രമോദിയും അമിത്ഷായുടെ നേതൃത്വത്തിൽ പലവിധ തന്ത്രങ്ങളൊക്കെ ഇറക്കിയെങ്കിലും കേരളത്തിൽ വേണ്ട പോലെ അങ്ങ് BJP വളരുന്നില്ല എന്നൊരു തോന്നൽ BJP കേന്ദ്ര നേതൃത്വത്തിനുണ്ട്. ഇത് പരിഹരിക്കുക എന്നുള്ള ലക്ഷ്യമിട്ടും അതോടൊപ്പം തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് കൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനല്ലാത്ത മുൻ വ്യവസായി കൂടിയായ ടെക്നോക്രാറ്റ് കൂടിയായ കഴിഞ്ഞ തവണ തിരുവനന്തപുരത്ത് ശശി തരൂരിനോട് മത്സരിച്ച് വളരെ മികച്ച മത്സരമൊക്കെ കാഴ്ചവെച്ച രാജീവ് ചന്ദ്രശേഖറിനെ പ്രധാന നേതാക്കളെയൊക്കെ മാറ്റി നിർത്തി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത്. ഇത് ഒരു പരീക്ഷണമാണ്. കെ സുരേന്ദ്രനെ ജാതി സമവാക്യങ്ങൾക്കപ്പുറം കെ സുരേന്ദ്രനെ സംസ്ഥാന അധ്യക്ഷനാക്കി നടത്തിയ പരീക്ഷണം പോലെ മറ്റൊരു പരീക്ഷണമാണ്. ഈ പരീക്ഷണം BJPയെ കേരളത്തിൽ ഏതെങ്കിലും തരത്തിൽ സഹായിക്കുമോ അതോ BJPയുടെ വളർച്ചയ്ക്ക് തിരിച്ചടിയാകുമോ? സ്വാഭാവികമായും ഇത്തരമൊരു ചർച്ചയാണ് പുതിയ അധ്യക്ഷൻ വരുമ്പോൾ കേരളത്തിൽ ഉണ്ടാവുക. ആ ഒരു ചർച്ചയാണ് ന്യൂസ് 18 പൊതുവേദിയും ഉദ്ദേശിക്കുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. പള്ളുരുത്തിയിൽ നിന്നും ശ്രീ പീതാംബരനാണ് ആദ്യ പ്രേക്ഷകനായി എത്തുന്നത്. ശ്രീ പീതാംബരൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ പരമ്പരാഗതമായിട്ടുള്ള കേരളത്തിലെ സാധാരണഗതിയിലൊക്കെ പറഞ്ഞാൽ കൊടി പിടിച്ചും മുദ്രാവാക്യം വിളിച്ചും പാർട്ടിയെ ആളെ കൂട്ടിയുമൊക്കെ പാർട്ടിയെ വളർത്തിയ നേതാക്കളൊക്കെ മാറ്റി നിർത്തി രാജീവ് ചന്ദ്രശേഖരനെ പോലെ ആളെ BJPയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരുന്നു. ഇത് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ വളർച്ചയ്ക്ക് ഏതെങ്കിലും തരത്തിൽ സഹായിക്കുമോ? ഇപ്പോൾ ഇത്രയും കാലം BJP കുറച്ച് വോട്ട് പിടിക്കുന്നത് പിന്നോക്ക വിഭാഗം, അതുപോലെ SNDP ഇതുപോലുള്ള വിഭാഗങ്ങളുടെ വോട്ടാണ് കൂടുതലും BJPക്ക് കിട്ടിക്കൂടുക. കാരണം SNDP BJP ആയിട്ട് BDJS എന്നുള്ള മുഖേന ബന്ധപ്പെട്ടത് കൊണ്ട് മാത്രമാണ്. അല്ലാതെ കഴിഞ്ഞ തവണ ചന്ദ്രശേഖരന് കിട്ടിയ വോട്ട് ആ മേഖലയിലാണ് കിട്ടിയിട്ടുള്ളത്. ഇതിവിടെ ഇവിടെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ആവക ഈഴവ സമുദായമാണ് പ്രധാനം. അവരെ കഴിഞ്ഞിട്ടുള്ളൊരു ആളിവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കെട്ടിവെച്ച കാശ് പോലും കിട്ടൂലെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇത് BJPയുടെ തകർച്ച അടിസ്ഥാനപരമായി BJPയുടെ വോട്ടർമാരിൽ കൂടുതൽ ഈഴവ സമുദായത്തിലുള്ളവരാണോ? അല്ലല്ലോ, അത് നായർ സമുദായത്തിലൊക്കെ ഉള്ളവരല്ലേ കൂടുതൽ BJPയിൽ മുൻകാലങ്ങളൊക്കെ BDJS വന്ന ശേഷമല്ലേ ഉള്ളൂ അങ്ങനെ ഒരു വോട്ട്? തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ അത് നമുക്ക് കണ്ടു കാണാം. കാരണം ഞാനൊരു നിഷ്പക്ഷനായ ഒരാളാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഇത് BJPയുടെ കേരളത്തിലെ തകർച്ചക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഈ സ്ഥാനാർത്ഥിത്വത്തെ ഞാൻ കാണുന്നു. അതാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ശ്രീ ഉണ്ണികൃഷ്ണനാണ് പോത്തൻകോട് നിന്നും. ശ്രീ ഉണ്ണികൃഷ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ തിരുവനന്തപുരത്ത് കഴിഞ്ഞ തവണ മത്സരിച്ച രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി വരുന്നു. പ്രധാനപ്പെട്ട പല നേതാക്കളും വരും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു പോസ്റ്റിലേക്കാണ് അദ്ദേഹം വരുന്നത്. എന്താവും BJPയുടെ ഭാവി കേരളത്തിൽ? നമസ്കാരമുണ്ട്. ഇത് എനിക്ക് അത്ര തൃപ്തിയായിട്ട് തോന്നുന്നില്ല. കാരണം ആ ശോഭാ സുരേന്ദ്രന് ഒരു അവസരം കൊടുക്കാനുള്ളതായിരുന്നു. പിന്നെ കേരളത്തില് BJPയുടെ വളർച്ചയ്ക്ക് എനിക്ക് തോന്നുന്നു ഇന്ന് നിലവിലുള്ളതിൽ ഏറ്റവും കൂടുതൽ പിന്നെ സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ശോഭ. പക്ഷേ ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ മറ്റുള്ള എല്ലാവരും പറയും പോലെ ഒരു ശരിക്കും ഒരു ബിസിനസ്സുകാരനാണ്. പിന്നെ ആ ശോഭയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അടുത്തുള്ള ആൾ കൊണ്ടുപോകും, അതിന്റെ അടുത്തുള്ള ആൾ കൊണ്ടുപോകും. ഇത് BJPയുടെ കേരളത്തിലെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മറ്റു രണ്ട് രാഷ്ട്രീയത്തിന് പിന്നെ അവരെ ഗതികേട് കൊണ്ടും അവരെ മടുത്തത് കൊണ്ടുമാണ് BJPക്ക് ഒരു വളർച്ച ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ശരി പിന്നെ 100% BJP എടുത്ത് ആളുകൾ തോളിൽ കയറ്റുന്നതല്ല. ഇടതുപക്ഷത്തിനെയും പിന്നെ വലതുപക്ഷത്തിനെയൊക്കെ ആളുകൾ മടുത്ത്. കാരണം എന്ന് പറഞ്ഞാൽ അവര് ആ ഒരു ഒത്തൊരുമയില്ലായ്മയും ആ ഒരു പിന്നെ തമ്മിലടിയും ഇതൊക്കെ കണ്ട് മടുത്തതിന്റെ പുറത്താണ് ഇവര് ഇങ്ങനെ കൊണ്ടുപോകുന്നത്. പിന്നെ ഈ ഇദ്ദേഹത്തിനെ അല്ലാതെ മറ്റൊരാളിനെയാണ് എടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ തന്നെ ചിലപ്പോൾ ഇതിലും അടി തുടങ്ങിയേനെ. അങ്ങനെയും കൂടെ ഉണ്ട്. അതുകൊണ്ട് ഈ വ്യക്തിയെ എടുത്തത് എനിക്ക് നല്ല താല്പര്യമൊന്നുമില്ല. ശ്രീ മൊയ്തീൻ കുഞ്ഞാണ് കായംകുളത്ത് നിന്ന്. ശ്രീ മൊയ്തീൻ കുഞ്ഞ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? BJP സംസ്ഥാന അധ്യക്ഷനായി ഒരു സ്ഥിരം രാഷ്ട്രീയക്കാരൻ എന്നതിൽ നിന്ന് അതിനപ്പുറത്തേക്ക് ഒരു മുൻ വ്യവസായി ഇപ്പോഴത്തെ വ്യവസായിയും
ഒരു ടെക്നോക്രാറ്റും ഒക്കെ ആയ ഒരാൾ വരുന്നു. ഈ തമിഴ്നാട്ടിലൊക്കെ അണ്ണാമലയെ പരീക്ഷിച്ചതുപോലെ ഒരു പരീക്ഷണം കേരളത്തിൽ നടത്തുന്നു. ആ പരീക്ഷണം BJP-യെ ഏതെങ്കിലും തരത്തിൽ സഹായിക്കുമോ? നമസ്കാരം മനു. നമസ്കാരം, പറഞ്ഞു. പിന്നെ ഇദ്ദേഹത്തിനെ ഇവിടെ അറിയപ്പെട്ടതെന്ന് പറയുന്നത് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പോലെ ഇദ്ദേഹത്തിനെ അറിയപ്പെടുന്നത്. അല്ല, അതിനു മുമ്പ് അദ്ദേഹം കേന്ദ്രമന്ത്രിയൊക്കെ ആയിരുന്നു. അതെ, ഇദ്ദേഹം ഇവിടുത്തുകാരനാ, മലയാളി ആണെന്ന് തന്നെ അറിയപ്പെടുന്നത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്താണ്. പിന്നെ അത് തന്നെയല്ല, വേറെ വരെ ഉണ്ട്. ഇപ്പൊ പാർട്ടിക്ക് എന്തായിരുന്നാലും ഒരാൾ വേണം. അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഈ ശശി തരൂരിനെ തിരുവനന്തപുരത്ത് കൊണ്ട് മത്സരിപ്പിച്ച് സമയത്ത് ശശി തരൂരിനെ മലയാളിയാന്ന് ആ സമയത്തൊക്കെ അറിഞ്ഞെന്ന് പറയുന്ന പോലെയല്ലേ ശശി തരൂര് വൻ ഭൂരിപക്ഷമല്ലേ അന്ന് ജയിച്ചത്? അല്ല, ശശി തരൂര് അതെ ആദ്യമേ മത്സരിച്ചത്. എന്ന് പറയുന്ന പോലെ ആയിരുന്നു. പിന്നെ പാർട്ടിക്ക് എന്തായിരുന്നാലും ഒരു അധ്യക്ഷൻ വേണമല്ലോ, അത് വേണം. അതിനു വേണ്ടി എടുത്ത് വെച്ചു എന്നുള്ളൂ. താങ്കളുടെ അഭിപ്രായം അങ്ങനെ. എന്തായാലും നമുക്ക് യൂട്യൂബിലും ചില കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. തീർച്ചയായും മല്ലു അമിത്ഷാ ആകും എന്നാണ് ANK ഇന്ത്യൻ പറയുന്നത്. ഇല്ല, ഒരു കാരണവശാലും പാർട്ടിയെ സഹായിക്കില്ല എന്ന് MK പിള്ള പറയുന്നു. അദ്ദേഹത്തിനെ ഡൽഹിയിൽ നിന്ന് കെട്ടിച്ചതാണെന്ന് പ്രിയങ്ക ദ ടൈഗ്രസ് പറയുന്നു. അത് എനിക്ക് തോന്നുന്നു ഏതോ കോൺഗ്രസ്സുകാരുടെ ഒരു വ്യാജ ഐഡിയ ആണ് എന്ന് തോന്നുന്നു. പ്രിയങ്കാന്തിയുടെ പടമൊക്കെ വെച്ചിട്ട് ഉള്ള ഐഡിയ ആണ്. എന്തായാലും പ്രിയങ്കാന്തി അല്ലല്ലോ അത്. വാലിബൻ പറയുന്നു അമ്മായിയപ്പൻ്റെ കയ്യിലെ പണം ഒന്നുകൊണ്ട് മാത്രം രാഷ്ട്രീയക്കാരനായ ഒരാൾ പാർട്ടിയുടെ ഗതികേട് എന്ന് പറയുന്നു. ജോസഫ് KM പറയുന്നു കിരൺ എന്താ ഒരു പുച്ഛം എന്ന്. പുച്ഛം എഴുതിയേക്കുന്നതാണ്, അദ്ദേഹം പുഞ്ചം എന്നാണ് എഴുതിയത്. പുച്ഛം എന്നാണ് മലയാളത്തിൽ എഴുതുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ജോസഫിന് അക്ഷരം തെറ്റിയതാണ് എന്ന് തോന്നുന്നു. എന്തായാലും എനിക്ക് പ്രത്യേകിച്ച് ഏതെങ്കിലും കാര്യത്തിലോട് പുച്ഛമോ അല്ലെങ്കിൽ അമിതമായ സന്തോഷമോ ഒന്നുമില്ല ശ്രീ ജോസഫ്. സ്വാഭാവികമായും കേരളത്തിൽ BJP ഒരു പ്രധാനപ്പെട്ട പാർട്ടിയാണ്. ആ പാർട്ടിയുടെ അധ്യക്ഷനായി ഒരാൾ വരുമ്പോൾ, അതും സ്ഥിരം രാഷ്ട്രീയക്കാരനല്ലാത്ത ഒരാൾ വരുമ്പോൾ അത് ചർച്ചയാവുക സ്വാഭാവികമാണ്. കുറേ കൂടെ അക്ഷരത്തെറ്റില്ലാതെ എഴുതിയാൽ നല്ലത് ശ്രീ ജോസഫ്. ജയകുമാർ പറയുന്നു നമസ്കാരം, ഒരിക്കലുമില്ല. കഴിഞ്ഞ തവണ നല്ല പ്രകടനം കാഴ്ചവെക്കാൻ കാരണം ഒന്ന് പണക്കൊഴുപ്പ്, രണ്ട് ഘടകകക്ഷിയായ CPI ആണ്. കാരണം അവിടെ CPM ആയിരുന്നെങ്കിൽ ഇത്രയും ശോഭിക്കില്ലായിരുന്നു ജയകുമാർ പറയുന്നു. അജിത V പറയുന്നു അതിന് മെയിൻ പ്രോബ്ലം ആൻഡ് സഭ ഈസ് നോട്ട് ബിസിനസ് പേഴ്സണാലിറ്റി ലൈക്ക് ഗോപി ആൻഡ് ചന്ദ്രശേഖർജി എന്ന് പറയുന്നു. എന്തായാലും അങ്ങനെ ഓരോ തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. നമുക്ക് മറ്റൊരു പ്രേക്ഷകൻ്റെ അഭിപ്രായത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അഹമ്മദ് ബാബയാണ് മലപ്പുറത്തുനിന്ന്. ശ്രീ അഹമ്മദ് ബാബ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ സ്ഥിരം രാഷ്ട്രീയക്കാരനല്ലാത്ത ഒരാൾ കേരളത്തിൽ BJP-യുടെ സംസ്ഥാന അധ്യക്ഷനാകുമ്പോൾ ആ പാർട്ടിക്ക് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് ഏതെങ്കിലും തരത്തിൽ ഗുണം ചെയ്യുമോ? നമസ്കാരം. ഇതിപ്പോ BJP എന്ന് പറയുന്ന പാർട്ടിക്ക് ഇപ്പൊ ആരെ പിടിച്ചിട്ടും വേണമെങ്കിൽ അവർക്ക് അവരുടെ പാർട്ടിക്ക് ആരെയും ഒരു അധ്യക്ഷനായിട്ട് തീരുമാനിക്കാം. മറ്റുള്ളവർക്ക് അതിൽ കാര്യമൊന്നുമില്ല. പക്ഷെ പൊതുവിൽ പറയുമ്പോ ഇതുകൊണ്ടൊന്നും ഒരു ഉപകാരവും കിട്ടൂല. ഒരു വിധത്തിലും BJP കേരളത്തിൽ രക്ഷപ്പെടുത്താൻ ഈ രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ടാവില്ല. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ചാനലൊക്കെ ഉണ്ട്, അതുകൊണ്ട് കുറച്ച് വാർത്തകൾ സൃഷ്ടിക്കാം എന്നല്ലാതെ ഇപ്പൊ ഞാൻ ഇവരോട് ഏറ്റവും കൂടുതൽ എതിർപ്പുള്ള ഒരാളാണ് ഞാൻ BJP-യോട്. പക്ഷെ എങ്കിൽ പോലും അവിടെ ഇപ്പൊ നേരത്തെ സുഹൃത്ത് പറഞ്ഞ പോലെ ശോഭാ സുരേന്ദ്രനായിരുന്നു ഇതിൽ കുറച്ചും കൂടി നല്ലത്. പക്ഷെ അങ്ങനെ ശോഭാ സുരേന്ദ്രനെ അവര് അങ്ങനെ തീരുമാനിച്ചിരുന്നെങ്കിൽ BJP-യിൽ ഇപ്പൊ നല്ലൊരു പട നടക്കുകയും ചെയ്യായിരുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇനിയിപ്പോ അവരുടെ വിശ്വാസം. നമുക്ക് നേരത്തെ ഞാൻ കമന്റ് വായിച്ചതിൽ നിന്ന് ഏറ്റവും അവസരം കടന്നുകൊണ്ട് ചിഹ്നം മുഴുവൻ അവർ അജിത V എഴുതിയിരുന്ന ഐത്തം ഇസ് ദ മെയിൻ പ്രോബ്ലം ആൻഡ് സഭ ഇസ് നോട്ട് എ ശോഭ എന്നായിരിക്കും ഉദ്ദേശിച്ചത്. ശോഭ ഇസ് നോട്ട് എ ബിസിനസ് പേഴ്സണാലിറ്റി ലൈക്ക് ഗോപി ആൻഡ് ചന്ദ്രശേഖർജി എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് അങ്ങനെയാണ് ഞാൻ വായിച്ചത്, തെറ്റായിട്ടാണ് നേരത്തെ, അത് ക്ഷമിക്കണം. അത് ഈ മംഗ്ലീഷ് എഴുതുമ്പോൾ പലപ്പോഴും നമുക്ക് വായിക്കാൻ ദയവേത് ഒന്നുകിൽ മലയാളത്തിൽ എഴുതുക അല്ലെങ്കിൽ പൂർണ്ണമായും ഇംഗ്ലീഷ് എഴുതുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് വായിക്കാൻ എളുപ്പം ആയിരിക്കും. ചന്ദ്രനാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ചന്ദ്രൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ കഴിഞ്ഞ തവണ തിരുവനന്തപുരത്ത് മത്സരിച്ച ആളാണല്ലോ ഈ രാജീവ് ചന്ദ്രശേഖർ വന്നു കഴിഞ്ഞാൽ BJP-ക്ക് സുരേന്ദ്രൻ നയിച്ചതിനേക്കാൾ മറ്റെന്തെങ്കിലും തരത്തിൽ മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? അയ്യോ, ഒരു മാറ്റം ഉണ്ടാവാൻ സാധ്യതയില്ല. എന്ന് വെച്ചാൽ ഈ ശശി തരൂര് പണ്ട് ആകാശത്തിൽ വന്ന് പൊട്ടി വീണതുപോലെ ഇവിടെ വന്നു നിന്നു. പറഞ്ഞോളൂ. അദ്ദേഹം വന്ന് ഇവിടുത്തെ എല്ലാ കോൺഗ്രസിനകത്തുള്ള വലിയ ടോപ്പ് ലീഡേഴ്സിന് ലക്ഷങ്ങൾ കൊടുത്താണ് ഇവിടെ പാർലമെന്റിൽ നിന്നത്. മനസ്സിലാക്കുന്നോ? അതുപോലെ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോഴുള്ളത് ഒരു മുഖത്തിനെ പരിചയമില്ല. അങ്ങനെ വന്ന് പണത്തിന്റെ പുറത്ത് വന്ന് നിന്ന് കുറെ വോട്ട്
സമ്പാദിച്ചെങ്കിലും അങ്ങനെ ഒരു പണം കൊണ്ട് മാത്രം വോട്ട് കിട്ടി എന്നൊക്കെ പറയുന്നത് ശരിയല്ല. ആരായാലും ശ്രീ ചന്ദ്രൻ, നമ്മൾ അങ്ങനെ ഇപ്പോൾ പണം ഉണ്ടോ ഇല്ലയോ വ്യവസായിയാണെന്നുള്ള മറ്റു വിഷയം. അങ്ങനെ ഒരാൾക്ക് വോട്ട് കിട്ടിയത് വോട്ടറായി തന്നെ അംഗീകരിക്കണം. അതിന് പണമുള്ളവർക്ക് കിട്ടിയോ കിട്ടിയില്ല, അല്ലാത്ത ആളിന് കിട്ടിയോ എന്നുള്ളതൊക്കെ വിഷയം. വോട്ട് കിട്ടിയത് തന്നെയാണ്. തന്നെ ശശീന്ദ്രന് എതിരായിട്ടുള്ള വോട്ടാണ് അവിടെ വീഴുന്നത്. എതിരൊരു ഒരു സ്ഥലത്തും പോകില്ല. ട്രിവാൻഡ്രം പാർലമെന്റ് എത്ര മണ്ഡലം പ്രസിഡന്റ് ജയിച്ചില്ലേ വീണ്ടും? ജയിച്ചു. അത് പാവപ്പെട്ട കുറെ ക്രിസ്ത്യൻ നാട്. ശരി, ഓക്കെ. ശ്രീ വിശ്വനാണ് തിരുവനന്തപുരത്ത്. ശ്രീ വിശ്വൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ രാജീവ് ചന്ദ്രശേഖർ വന്നതുകൊണ്ട് കെ സുരേന്ദ്രനേക്കാൾ മെച്ചമുണ്ടാകുമോ ബി ജെ പിക്ക്? എന്താ, തീർച്ചയായും ഉണ്ട്. കാരണം പല പരീക്ഷണങ്ങളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ വേറെ ആരാണ് ഇങ്ങനത്തെ പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നത്? എല്ലാ പാർട്ടിയിലും കേരളത്തിൽ കോൺഗ്രസോ CPM-ഓ അങ്ങനെ ഒരു പരീക്ഷണം ഈ അടുത്ത കാലത്തൊക്കെ നടത്തിയതായി നമ്മുടെ അറിവ്. പറഞ്ഞതേ, ഇപ്പൊ ചാക്കിട്ട് പിടുത്തം നല്ല രീതിയിൽ നടക്കുകയല്ലേ. എവിടെ? പണ്ട് നമ്മൾ കുതിരക്കച്ചവടം എന്നൊക്കെ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൽ അങ്ങനെ എവിടെ നടക്കുന്നു? കേരളത്തിൽ ഇപ്പൊ നമ്മുടെ ഒരു ആള് ഇപ്പോ പോയല്ലോ, പാലക്കാട് സീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് BJP ഒരാൾ ഇപ്പൊ ഇവിടുന്ന് പോയിട്ടുണ്ടല്ലോ. പറഞ്ഞോളൂ. അപ്പോ അതേപോലെ എല്ലാരും പരീക്ഷണങ്ങൾ നന്നായി നടത്തുന്ന ഈ കാലഘട്ടത്തില് നേരത്തെ BJPക്ക് നേതാക്കൾ ഉണ്ടായിരുന്നു, അണികളും ഉണ്ടായിരുന്നു. അണികൾക്ക് ഇപ്പോഴും വലിയ ആത്മവിശ്വാസം ചോർന്നു നിൽക്കുന്ന ഒരു സമയമാണ് BJPയുടെ ഒക്കെ അണികൾക്ക്. ചന്ദ്രശേഖർ വന്നു കഴിഞ്ഞാൽ ആത്മവിശ്വാസം ഉണ്ടാവുമോ? തീർച്ചയായും ഉണ്ടാവും. കാരണം അദ്ദേഹം ഒരു പുതുമുഖമായിട്ട് തന്നെ ഇവിടെ വന്ന് മത്സരിച്ചു, ഇത്രയും അധികം വോട്ടുകൾ നേടി. അപ്പൊ എന്തുകൊണ്ടും വ്യക്തിത്വം എന്ന് പറയുന്നത് ഒരു വലിയ അധികം വോട്ട് നേടി എന്ന് പറയുന്നതിലൊക്കെ വലിയ കാര്യമുണ്ടോ? ഇവിടെ BJPക്ക് 2014-ലും 2019-ലും ഒക്കെ BJP രണ്ടാം സ്ഥാനത്ത് തന്നെ ആണ് തിരുവനന്തപുരത്ത്. ആദ്യം O രാജഗോപാലൊക്കെ വിജയത്തിനടുത്ത് വരെ എത്തിയ ആളൊക്കെയാണ്. അതിനേക്കാൾ ഇത്രയും വർഷം കഴിഞ്ഞിട്ടും അങ്ങനെ ഒരു വിജയത്തിലേക്ക് എത്താൻ കഴിയാത്തടത്തോളം അങ്ങനെ ഇവിടെ ഒരു വലിയ വിജയം നേടി എന്നൊക്കെ പറയുന്നതിൽ അർത്ഥമുണ്ടോ? തീർച്ചയായും സാർ, ഇത് കാരണം ഇതിൻ്റെ അകത്ത് നമ്മൾ രാഷ്ട്രീയമായി ചിന്തിക്കുമ്പോൾ നിഷ്പക്ഷമായി വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു ജനവിഭാഗം ഇവിടെ ഉണ്ട്. അല്ല ശ്രീ വിശ്വൻ, ഞാൻ ചോദിച്ചതല്ല. പക്കാ രാഷ്ട്രീയക്കാരനായിരുന്ന അല്ലെങ്കിൽ മുഴുവൻ സമയം കേരളത്തിൽ തന്നെ പ്രവർത്തിച്ച പരിചയമുള്ള O രാജഗോപാലും അല്ലെങ്കിൽ പിന്നീട് കുമ്മനം രാജശേഖരനും ഒക്കെ മത്സരിച്ചതിനേക്കാൾ കൂടുതലായി എന്തെങ്കിലും ഒരു അധിക നേട്ടം ഉണ്ടാക്കാൻ ഈ രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. തീർച്ചയായും സാർ. അതെങ്ങനെയാണ്? അത് ഏത് കണക്കാണ് സാർ? അദ്ദേഹത്തിന് നല്ലൊരു വ്യക്തിപ്രഭാവം ഉള്ളത് കൊണ്ടാണ്. ശ്രീ വിശ്വൻ അതെല്ലാം സംഭവിച്ചു. പക്ഷേ നമ്മൾ കണക്ക് നോക്കുമ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു അധിക നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം മോശമാക്കിയില്ല, അത്രേ ഉള്ളൂ. അതെ, മോശമാക്കില്ലെന്ന് പറയുന്നത് തന്നെ വലിയ നേട്ടമാണ്. കാരണം ഞാൻ 25 വർഷങ്ങൾക്ക് മുമ്പ് ആ സ്ഥാനത്ത് കേരളത്തിൽ രണ്ടാം സ്ഥാനത്ത് തുടർച്ചയായി നിൽക്കുന്ന തിരുവനന്തപുരത്ത് ജയിക്കാൻ കഴിഞ്ഞില്ല, തൃശ്ശൂരിൽ ജയിച്ചു. സാറേ, ഞാൻ ആത്മവിശ്വാസം എന്ന് എടുത്തു പറയേണ്ട കാരണം ഉണ്ടായത് LK അദ്വാനി എന്ന് പറയുന്ന BJPയുടെ സമുന്നതനായ നേതാവ്, ഇന്ന് ജീവിച്ചിരിക്കുന്ന സമുന്നതനായ നേതാവ് കണ്ണൂരിൽ പ്രസംഗിക്കുന്ന ആ വേദിയിൽ ഞാൻ ഒരു പ്രസംഗം കേട്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് 25 വർഷക്കാലം ആയാലും ഒരു സീറ്റ് പോലും BJP കേരളത്തിൽ നേടില്ല എന്ന് പറഞ്ഞ അതേ സ്ഥാനത്താണ്. അങ്ങനെ LK അദ്വാനി പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിരുന്നു, ഞാൻ കേട്ടിട്ടുണ്ട്. സാറിന് സംശയമുണ്ടെന്നുണ്ടെങ്കിൽ BJPയുടെ എന്റെ ഓർമ്മയിൽ അങ്ങനെ ഒരു LK അദ്വാനി പറഞ്ഞു. എനിക്ക് ഓർമ്മയുണ്ട്. ഇന്നും LK അദ്വാനി കണ്ണൂര് കളക്ട്രേറ്റ് മൈതാനിയിൽ പ്രസംഗിച്ച ആ പ്രസംഗം എനിക്കിന്നും ഓർക്കുന്നുണ്ട് ഞാൻ. ശരി, ഓക്കെ. എന്തായാലും ശ്രീ വിശ്വൻ, നമുക്ക് മറ്റു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. തങ്കച്ചനാണ്. ശ്രീ തങ്കച്ചൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ K സുരേന്ദ്രൻ മാറി രാജീവ് ചന്ദ്രശേഖർ വന്നാൽ കേരളത്തിലെ BJPയിൽ ഒരു വലിയ മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? നമസ്കാരം സാറേ. നമസ്കാരമുണ്ട് സാറേ. ഇപ്പൊ എനിക്ക് നിങ്ങളുടെ ചോദ്യം രാജീവ് ചന്ദ്രശേഖര് BJP രക്ഷിക്കുമെന്ന്. അതെ. പക്ഷെ ആ ചോദ്യം പറയേണ്ട രാജീവ് ചന്ദ്രശേഖർ CPM രക്ഷിക്കുമെന്നാണ് വേണ്ടത്. അതെന്താണ് അങ്ങനെ? അങ്ങനെ ചോദിക്കാൻ കാരണം CPM-ആയിട്ട് ഏറ്റവും കൂടുതൽ ബന്ധമുള്ള ഒരു നേതാവെന്ന് പറഞ്ഞ രാജീവ് ചന്ദ്രശേഖര. അതേപോലെ ശോഭാ സുരേന്ദ്രനോ MP രമേശോ, അത് വേറെ PC ജോർജ് ഉണ്ട്. ജാതിപരമായി നോക്കണം, PC ജോർജ് ഉണ്ട്. ജോർജിനെയൊക്കെ ഇപ്പൊ BJPയുടെ സംസ്ഥാന അധ്യക്ഷനാക്കാന്നൊക്കെ പറഞ്ഞാൽ അതൊരു കടന്ന കൈയായി പോയില്ലേ? അല്ല, കടന്ന കൈയല്ല. ഞാൻ പറഞ്ഞു ജാതീയപരമായി ഇതില്ല. CPM-ആയിട്ട് കൂടുതൽ സമ്പർക്കം വ്യവസായം നടത്തുന്ന ഒരു നേതാവ് BJPയിലുള്ളത് രാജീവ് ചന്ദ്രശേഖര. അപ്പൊ നമുക്ക് തന്നെ അറിയാമല്ലോ, GP ജയരാജനായിട്ട് സംസ്ഥാന കമ്മിറ്റിയിൽ എടുത്തത് എന്തിനാ? ഇവര് തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും വരുന്നതിന് വേണ്ടിയുണ്ട് അണ്ടർസ്റ്റാൻഡിങ് ആണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ചർച്ചകൾ നടത്തും. വ്യവസായ രംഗത്ത് ചർച്ച നടത്തുമെന്ന് പറഞ്ഞ് രാഷ്ട്രീയ രംഗത്ത് ചർച്ചയാക്കാം.
എനിക്ക് തോന്നുന്നത് എം പി രമേശിനെ BJP ചെറുക്കുന്നാൻ നിൽക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പാർട്ടി തന്നെയല്ലേ CPM. അപ്പോൾ ആ പാർട്ടിയുമായി അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ് ലോജിക്ക് ശരിയാവുന്നത്? അല്ലല്ലോ. അല്ല, ഇപ്പൊ തന്നെ നമുക്കറിയാമല്ലോ ഓരോ അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ സാറേ, കർണാടക തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് ജനതാദളിലൂടെ കൂടി ബിജെപിയുടെ കൂടെ നിൽക്കുന്ന ജനതാദളിൽ എന്ത് CPM കൂടി? അത് നമ്മൾ ചിന്തിക്കണ്ടേ? ഇന്ത്യ രാഷ്ട്രീയമല്ലേ നമ്മൾ പറയുന്നത്. കർണാടകയിൽ കൂടിയതും മറ്റ് സ്ഥലങ്ങളിൽ കൂടിയതും ഒന്നും അല്ലല്ലോ വിഷയം. ഇപ്പം ഞാൻ ചോദിച്ചു, കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൽ BJPക്കെതിരായി ഉറച്ച നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാണ് CPM. CPM നയിക്കുന്ന LDF അത്തരത്തിൽ നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ അത് അവർക്ക് അവരുടെ ഒരു സൗകര്യത്തിന് വേണ്ടിയാണ് ഇവിടെ BJP ഒരു അധ്യക്ഷനെ വെച്ചതെന്നൊക്കെ പറഞ്ഞാൽ അത് ഇച്ചിരി ഒരു കടന്ന രാഷ്ട്രീയ കളിയല്ലേ? അല്ല തീർച്ചയായും സാറ് വരും കാലങ്ങളിൽ നമ്മൾ ഇനിയും വരും കാലങ്ങൾ കണ്ടോളൂ. നിയമത്ത് അവരുടെ ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നത് പൂട്ടിച്ചത് CPM അല്ലേ? നിയമത്തിന്റെ അക്കൗണ്ട് പൂട്ടി സാറ് ഇതൊക്കെ ഒരു രാഷ്ട്രീയക്കാർ തന്ത്രം പറഞ്ഞ ഉള്ള അക്കൗണ്ട് പൂട്ടിച്ചിട്ടാണ് തന്ത്രം കളിക്കുന്നത്. ഉള്ള അക്കൗണ്ട് പൂട്ടിച്ചു കൊടുത്തത് CPM അല്ലേ? അപ്പോൾ ആ CPM-ഉമായിട്ട് എന്റെ സൗകര്യത്തിലാണ് വെച്ചതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണത് ശരിയാവുക? വൈദേഹൻ റിസോർട്ട് റിസോർട്ട് നടത്തുന്നതിന് മാത്രം ആരോപണങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ശരി, സമ്മതിച്ചു. പക്ഷേ അതുകൊണ്ട് CPM-ന്റെ സൗകര്യത്തിനാണ് എന്നൊക്കെ പറഞ്ഞാൽ അത് ഞാൻ ചോദിച്ചത് ഒരു നമ്മൾ കഥ പറയുമ്പോഴൊക്കെ ഇങ്ങനെ കയറ്റി പറയാം. പക്ഷേ എന്നാലും അതിനൊക്കെ ഒരു ലോജിക്ക് വേണ്ടേ? പരസ്പരം എതിർത്തുകൊണ്ടിരിക്കുന്ന രണ്ട് പാർട്ടികൾ, പരസ്പരം പോരാടിക്കൊണ്ടിരിക്കുന്ന രണ്ട് പാർട്ടികൾ, ആ പാർട്ടിയുടെ സൗകര്യത്തിന് വേണ്ടി BJP വെച്ചു എന്നൊക്കെ പറഞ്ഞാൽ അത് ലോജിക്കുള്ള ഒരു കാര്യമല്ലല്ലോ. ഇന്ത്യ കോൺഗ്രസ് മുക്ത ഇന്ത്യ ആക്കണമെന്നുണ്ട് ഭാഗമായിട്ടാണ്. കോൺഗ്രസ് മുക്ത ഇന്ത്യ ആക്കണമെന്ന് BJP അല്ലാതെ CPM ഒന്നും പറയുന്നില്ല. CPM പറഞ്ഞിട്ടില്ല. CPM അങ്ങനെ എവിടെയും പറയത്തില്ല. കോൺഗ്രസ് CPM കൂടെ ഒരുമിച്ചല്ലേ തമിഴ്നാട്ടിലൊക്കെ എത്രയോ സ്ഥലങ്ങളിൽ മത്സരിക്കുന്നത്. അപ്പൊ അവിടെ എത്രയോ സ്ഥലങ്ങൾ അവർ കേരളത്തിൽ രണ്ടുപേരും രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികളായിട്ട് പരസ്പരം മത്സരിച്ചാലും മറ്റു പല സ്ഥലങ്ങളിൽ യോജിച്ച് മത്സരിക്കുകയും ഒക്കെ ചെയ്യുന്നില്ലയോ? CPM-ന് നിലപാടില്ലാത്ത സ്ഥലത്ത് മാത്രമല്ല കോൺഗ്രസ് യോജിക്കുന്നത്. ഒരു വ്യക്തിപരമായ നിലപാടുള്ള വലിയ ശക്തിയുള്ള സ്ഥലത്ത് അങ്ങനെ യോജിക്കേണ്ട കാര്യമുണ്ടോ ആർക്കെങ്കിലും? ഇപ്പൊ കോൺഗ്രസിന് ശക്തി കേരളത്തിലുണ്ട്, അതുകൊണ്ട് കോൺഗ്രസ് കേരളത്തിൽ CPM-ആയിട്ട് യോജിക്കുന്നില്ല. CPM-ന് ശക്തിയോട് പരസ്പരം യോജിക്കുന്നില്ല. അതല്ലേ ഇന്ത്യ മുന്നണി എന്തിനാ നടക്കുന്നത്? ഇന്ത്യ മുന്നണി നടക്കുക കേരളത്തിൽ. അപ്പോൾ താങ്കൾ പറയുന്നത് കേരളത്തിൽ CPM കോൺഗ്രസ് മത്സരിക്കേണ്ടെന്നോ? ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടില്ലേ? അത് ഓരോ സംസ്ഥാനത്തിന്റെ സൗകര്യങ്ങൾ അനുസരിച്ചാണ്, അവിടുത്തെ ശക്തിയും ദൗർബല്യവും ഒക്കെ അനുസരിച്ചാണ് അവിടെ മുന്നണി ഉണ്ടാക്കുന്നത്. അല്ലാതെ ഒരു സ്ഥലത്ത് സഖ്യമാണെന്ന് കരുതി എല്ലായിടത്തും സഖ്യമാകാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഡൽഹി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ കുറ്റം പറയുന്നു CPM-കാര്? അവരെ നേരിട്ട് മത്സരിക്കുന്നത് കേരളത്തിലെ അവരുടെ മുഖ്യ ശത്രു കോൺഗ്രസ് അല്ലേ? അപ്പോൾ കോൺഗ്രസിനെ കുറ്റം പറയണ്ടേ? ഞാൻ ചോദിച്ചത് ഡൽഹിയിൽ എന്തുകൊണ്ട് CPM-കാർ കുറ്റം പറയുന്നു? ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ. എന്തായാലും നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. KK മണിയാണ് കൊല്ലത്ത് നിന്ന്. ശ്രീ KK മണി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? സുരേന്ദ്രൻ മാറി രാജീവ് ചന്ദ്രശേഖർ വന്നാൽ BJP രക്ഷപ്പെടുമോ? ശ്രീ ശിവജിയാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ ശിവജി, താങ്കൾക്ക് പറയാം, രാജീവ് ചന്ദ്രശേഖർ BJP-യെ രക്ഷിക്കാൻ സാധ്യതയുണ്ടോ? കിരൺ സാറേ, ഇന്ന് ഈ ഫോൺ കിട്ടാതെ പോവരുത് എന്ന് വളരെ ആഗ്രഹിച്ച വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് അങ്ങ് ഇത് ദയവായി കട്ട് ചെയ്യരുത്. കട്ട് ചെയ്യുന്നില്ല, പറഞ്ഞോളൂ. 8ാം ക്ലാസ് മുതൽ ഉറച്ച RSSകാരനായ വളർന്ന് ഇപ്പോഴും അതിൽ തന്നെ നിൽക്കുന്ന ഞാൻ വളരെ നിരാശനാണ്. കാരണം എന്റെ സാധാരണ ശരിയായ BJP RSSകാരന്റെ ഒരു സ്വപ്നമുണ്ട്. ആ സ്വപ്നത്തിന് ഇതൊരു തടസ്സമായി മാറുമെന്ന് ഞാൻ തീർത്തും വിശ്വസിക്കുന്നു. ഞാൻ വിചാരിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ ആവണമെന്നാണ് വിചാരിച്ചത്, അല്ലെങ്കിൽ അതേ പരുവത്തിലുള്ള ആരെങ്കിലും. കാരണം രാജീവ് ചന്ദ്രശേഖർ വന്നു കഴിഞ്ഞാൽ 2026 തെരഞ്ഞെടുപ്പിന് ശേഷം ഞങ്ങളുടെ മുഖ്യ ശത്രുവായ പിണറായി വിജയന്റെ മകളുടെ കേസ് നടത്തി അയാളെ തുറുങ്കിലടയ്ക്കുന്ന ഒരു സ്വപ്നമാണ് ഞങ്ങളുടെയൊക്കെ ഉള്ളിലിരിക്കുന്നത്. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ വന്നു കഴിഞ്ഞാൽ ഒരു ഒത്തുകളി ഇതിൽ നടക്കുകയും ആ ഒരു തരത്തിൽ തങ്കച്ചൻ ചേട്ടൻ പറഞ്ഞ പോലെ ആ ഒരു തരത്തിൽ അത് ഇല്ലാണ്ടായി പോകുമെന്നുള്ള നിരാശയിലാണ് എന്നെ പോലുള്ള പക്ക RSSകാർ ഇന്നിരിക്കുന്നത്. ഈ കേരളത്തിന്റെ ഏറ്റവും വലിയ ശത്രുവായ പിണറായി വിജയനെ മകളെയും അകത്താക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ സ്വപ്നം. ശേഷം നടക്കാതെ പോകുമോ എന്ന് ഞാൻ വളരെ ദുഃഖിതനാണ്. പ്രവർത്തകനാണോ? ഇപ്പോഴും ഞാൻ RSSന്റെ പ്രവർത്തകനാണ്. എന്നും മരണം വരെ ആയിരിക്കും, മരിക്കുന്ന അവസാനത്തെ ശ്വാസം വരെ ആയിരിക്കും. അതിന് ഒരു ലക്ഷ്യമേ ഇനിയുള്ളൂ, പിണറായി വിജയൻ എന്ന ഞങ്ങളുടെ ശത്രു. താങ്കൾ RSSകാരനായിരിക്കുന്നതിന്റെ ലക്ഷ്യം പിണറായി വിജയനെ ഒതുക്കുക എന്നുള്ളതാണോ? ഇപ്പോഴത്തെ ലക്ഷ്യം പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ ശത്രുവിനെ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. ശത്രുവല്ല, കേരളത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങൾ തെരഞ്ഞെടുത്ത പാർട്ടിയുടെ നേതാവും കേരളത്തിലെ 2 തവണ കേരളത്തിന്റെ ചരിത്രത്തിലില്ലാത്ത രീതിയിൽ കേരള ജനത അംഗീകരിച്ച് വിജയിപ്പിച്ച് അവരുടെ ഭരണ സാരഥ്യം ഏൽപ്പിച്ച കേരളത്തിന്റെ നേതാവാണ് പിണറായി വിജയൻ. അദ്ദേഹം കേരളത്തിന്റെ ശത്രുവൊന്നുമല്ല, കേരളത്തിന്റെ ശത്രുവല്ല, അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ഞാൻ പറയട്ടെ, ഞാൻ എന്റെ വ്യക്തമായ അഭിപ്രായം അങ്ങയോട് പറയുന്നത്,
അങ്ങേക്ക് എന്നോട് എന്തും തോന്നാം. ഈ ജനതയ്ക്ക് കേട്ടിരിക്കുന്ന എല്ലാ ജനതയ്ക്കും അല്ല, അങ്ങനെയൊക്കെ ഈ താങ്കളെ പോലെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരായാലും ആ മുഖ്യമന്ത്രിയെ കേരളത്തിന്റെ ഭൂരിപക്ഷം പേർ തെരഞ്ഞെടുക്കുന്നതാണ്. അദ്ദേഹത്തെ വിമർശിക്കാം, പക്ഷെ അദ്ദേഹം കേരളത്തിന്റെ ശത്രുവാണെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയില്ല. അദ്ദേഹം ഞാൻ പറഞ്ഞു, താങ്കൾ വിശ്വസിക്കണ്ട. താങ്കളെന്നല്ല, ഒരാൾ മാന്യതയുള്ള ഒരാളിനും കേരളത്തിന്റെ ശത്രുവാണ് പിണറായി വിജയൻ എങ്ങനെയാണ് പറയുന്നത്? കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ലേ? കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കുറിച്ച് അങ്ങനെ പറയാൻ കഴിയുമോ? ആ സത്യം പറഞ്ഞതിന്റെ പേരിൽ എന്റെ മാന്യത നഷ്ടപ്പെട്ടു പോകുകയാണെങ്കിൽ എന്റെ ആ മാന്യത നഷ്ടപ്പെട്ട് പൊക്കോട്ടെ എന്ന് ഞാൻ വിശ്വസിക്കും. അതൊരു സത്യമാണ്. സത്യമൊന്നുമല്ല. താങ്കൾക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ ആരോപണം ഉന്നയിക്കാം, അല്ലാതെ സത്യമാവില്ല ഒരിക്കലും. ഞാൻ പറയട്ടെ, ഞാൻ എന്റെ ആത്മാർത്ഥമായിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇത്ര ഓപ്പൺ ആയിട്ട് തുറന്നു പറഞ്ഞത്. എനിക്കൊരു മൈക്ക് താങ്കൾ തരുവാണെങ്കിൽ ഞാൻ ഓപ്പൺ ആയിട്ട് അല്ല, താങ്കൾ ഓപ്പണായി പറഞ്ഞോളൂ. താങ്കളുടെ രാഷ്ട്രീയം താങ്കൾ പറഞ്ഞു, RSS കാരനാണെന്ന് പറഞ്ഞു. RSSകാർക്ക് സ്വാഭാവികമായും RSSനെ കേരളത്തിൽ അതിശക്തമായി എതിർക്കുന്ന പിണറായി വിജയനോട് ശത്രുത ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. എന്ന് കരുതി കേരളത്തിന്റെ ശത്രുവാണെന്ന് പറയാൻ കരുതൂ? കേരളത്തിലെ മഹാഭൂരിപക്ഷം പേർ ഈ RSSകാരല്ലോ. കേരളത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങൾ തെരഞ്ഞെടുത്തത് പിണറായി വിജയനെയാണ് കേരളത്തിന്റെ സാരഥ്യം ഏൽപ്പിക്കാൻ കൊള്ളാമെന്ന് മലയാളിക്ക് തോന്നിയത്. അങ്ങേരെ കേരളത്തിന്റെ ശത്രു ആയിരുന്നു എന്ന് കാലം തെളിയിക്കും. നമ്മൾ രണ്ടുപേരും ജീവിച്ചിരുന്നാൽ ശരി, ഓക്കെ. എന്തായാലും അങ്ങോട്ട് കേരളത്തിനോട് ചെയ്തിരിക്കുന്നത് ശരി, ഓക്കെ. എന്തായാലും കേരളത്തിലെ ഭൂരിപക്ഷം ജനങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നൽ എന്തായാലും ശിവജി ഇതുവരെയും ഇല്ല. അതുകൊണ്ട് ശിവജി അങ്ങനെയൊക്കെ ആരായാലും ജയിച്ചു വന്ന ഏത് പാർട്ടിയുടെ ആളായാലും അവരെ വിജയിപ്പിക്കുന്ന ജനങ്ങളാണ് ആത്യന്തികമായി വിജയിപ്പിക്കുന്നത്. അവർക്ക് വിമർശിക്കാൻ അധികാരമുണ്ട്, നമുക്ക് വിമർശിക്കുകയും ചെയ്യാം, എത്ര രൂക്ഷമായി വേണമെങ്കിലും വിമർശിക്കാം. പക്ഷേ അവർ ശത്രുവാണെന്നൊക്കെ പറയുന്നത് വല്ലാത്ത കടന്ന കൈയാണ്. അതൊരു മാന്യതമായ ഒരു വിമർശനം പോലും അല്ലാതെ. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകേണ്ടതുണ്ട്. ശ്രീ രാജനാണ് കൊല്ലത്ത് നിന്ന്. ശ്രീ രാജൻ, താങ്കൾക്കെന്ന് തോന്നുന്നു ഈ സുരേന്ദ്രൻ മാറുമ്പോൾ ആ കസേരയിൽ ഇരിക്കാം എന്ന് പ്രതീക്ഷിച്ചിരുന്ന പല പ്രധാന നേതാക്കളെയും മാറ്റി നിർത്തിയാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ നേരിട്ട് വരുന്നത്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? BJPയെ രക്ഷിക്കുമോ അദ്ദേഹം? എനിക്ക് പറയാനുള്ളത്, ഈ രാജീവ് ചന്ദ്രശേഖരും ശശി തരൂരും കൂടെ ചേർന്ന് കോൺഗ്രസിന്റെ കഥ കഴിക്കുമോ എന്നാണ് എനിക്കൊരു പേടി. കാരണം പാവം പ്രിയങ്ക വാദ്രയും രാഹുൽ ഗാന്ധിയും ഒക്കെ വയനാട്ടിൽ നിന്ന് പാവം ഇപ്പൊ ജയിച്ചു പോയി കഞ്ഞി കുടിക്കുന്നത് കേരളം ഉള്ളതുകൊണ്ട് ഇനി അതുകൂടെ പൂട്ടി പോകുമോ എന്നുള്ളൊരു പേടിയാണ് എനിക്കുള്ളത്. പിന്നെ രണ്ടാമത്, ഇതിനു മുമ്പ് സംസാരിച്ച ആള് പറഞ്ഞ പോലെ ഏതായാലും പുള്ളി ജീവിച്ചിരിക്കുക ഏതായാലും BJP ഭരണത്തിൽ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പുള്ളിയുടെ മോന്റെ കാലത്തെങ്ങാനും വരുമായിരിക്കാം. പുള്ളിക്ക് അത് കാണാനുള്ള ഭാഗ്യമില്ല. ഏതായാലും ഒരു ഭയങ്കരമായ ദുഃഖം ഞാൻ രേഖപ്പെടുത്തും പുള്ളിക്ക് വേണ്ടി. ശരി, ശ്രീരാജൻ. ശരി, ഓക്കെ. എന്തായാലും ശ്രീ ദീപു ആണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ ദീപു, തിരുവനന്തപുരത്ത് കഴിഞ്ഞ തവണ മത്സരിച്ച് ശശി തരൂരിന് മുന്നിൽ മാന്യമായ മത്സരമൊക്കെ കാഴ്ചവെച്ച ശ്രീ രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് വരികയാണ്. സ്ഥിരം രാഷ്ട്രീയക്കാരിൽ നിന്ന് പകരം തമിഴ്നാട്ടിലൊക്കെ അണ്ണാമല വന്നതുപോലെ രാജീവ് ചന്ദ്രശേഖർ വന്നാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം BJPക്ക് നേട്ടമുണ്ടാവാൻ സാധ്യതയുണ്ടോ? ഈ എല്ലാ ഉദാഹരണവും പാളിപ്പോയ ഉദാഹരണങ്ങളാണ് ഇപ്പൊ കിരൺ പറഞ്ഞത്. അണ്ണാമലയുടെ ഒരു ഓഫീസിന്റെ മുന്നിൽ ചാട്ടവാറ് കൊണ്ട് അടിക്കുന്നൊക്കെ കണ്ടിട്ടുള്ള പ്രകടനം കണ്ടിട്ടുള്ളവരാണ് നമ്മള്. ഇപ്പം ആരാണ് ഈ ചന്ദ്രശേഖരൻ, രാജീവ് ചന്ദ്രശേഖരൻ? ഇദ്ദേഹം ഈ JDSന്റെ പിന്നെ MP രാജ്യസഭ JDSന്റെ സപ്പോർട്ടോടെയാണ് 2 പ്രാവശ്യം MP ആയതാണെന്നാണ് എനിക്ക് തോന്നുന്നത് 2006 മുതൽ. പിന്നീട് 2018 രാജ്യസഭ പിന്നെ BJPയുടെ രാജ്യസഭ MP ആയിട്ട് വരികയും മന്ത്രിയാവുകയും. JDSന്റെ രണ്ടാം തവണ BJPയുടെ പിന്തുണയോട് കൂടിയാണ് MP. അന്ന് രണ്ട് സ്വതന്ത്രരായിരുന്നു. 2018 ഞാൻ നോക്കിയപ്പം BJPയുടെ MP ആയിട്ട് ഇദ്ദേഹം പിന്നെ വരുന്നതും മന്ത്രിയാകുന്നതും പാർട്ടിയിൽ ചേരുന്നത്. തന്നെ ആ സമയത്ത് തന്നെ അവിടെ ഈ MLA-മാരെ പർച്ചേസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യവും നടന്നിട്ടുണ്ട് ഈ JDSന്റെ MP ആവുമ്പോ. അപ്പൊ തന്നെ അറിയാം അവിടെയുള്ള ഈ മാനിപ്പുലേഷൻസ് എന്താണെന്ന്. ഇദ്ദേഹത്തിന്റെ അമ്മായിയച്ഛനായിട്ടുള്ള ശ്രീ നമ്പ്യാരായിട്ടുള്ള കേസ് എന്താണ്? പിന്നെ അദ്ദേഹത്തിന്റെ കമ്പനിയിൽ ഇദ്ദേഹം ഉണ്ട്. മിസ്മാനേജ്മെന്റുമായിട്ട് രണ്ടുപേരും തമ്മിലുള്ള പ്രശ്നങ്ങളില്ലേ, അത് കോടതിയുടെ പുറത്ത് വെച്ചിട്ട് പിന്നീട് അത് ഇതാക്കി. ഇങ്ങനെ മണി മിസ്മാനേജ്മെന്റ്, ഒരു മണി മാഫിയ എന്ന് തന്നെ പറയാവുന്ന രീതിയിലാണ് നമ്മുടെ കേരളത്തിലെ ഒരു പ്രമുഖ ചാനലിനെ സ്വന്തമാക്കി ദേശീയ തലത്തിൽ ഒരു ചാനലിന്റെ പാർട്ടാണെന്ന് പറയുന്നു. ഇങ്ങനെയുള്ള ഒരാളെയാണ് ഇവിടെ കൊണ്ടുവന്ന് ഇവർ ഇരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ശിവജിയെ പോലുള്ള ആൾക്കാർ കരയുന്നതിൽ നമുക്കൊരു അത്ഭുതമില്ല. കാരണം എന്തിനാണ് ഇനി MT രമേശ്, എന്തിനാണ് ഇനി സുരേന്ദ്രന്റെ ബാക്കി, എന്തിന് കൃഷ്ണദാസ്, എന്തിന് ശോഭാ സുരേന്ദ്രൻ, ഇവരൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് കർണാടകത്തിൽ നിന്നുള്ള ഒരാളെ പിടിച്ചുകൊണ്ട് ഇവരുടെ മണ്ടേ കൊണ്ടിരുത്തിയിട്ട് ഇവർക്ക് ഇത്രയും കാലം ഇവിടെ വെള്ളം കോരി വിറക് വെട്ടി പച്ചക്കറി വാങ്ങിച്ചു കൊടുത്തിട്ട് ഇവർക്ക് എന്ത് നേടാൻ പറ്റി?
ഈ BJP-ക്കാർ എങ്ങനെ ശരി, സഹിക്കും ഓക്കേ. ഇത്? എന്തായാലും താങ്കളുടെ അഭിപ്രായം ഇത്തരം അങ്ങനെ അതൊക്കെ ഓരോ കാര്യങ്ങളിൽ പാർട്ടിയുടെ യാതൊരു തരത്തിലുള്ള തീരുമാനങ്ങളാണ്. അവരുടെ ആരോ ആവണം അധ്യക്ഷൻ എന്നുള്ളതൊക്കെ അത് പാർട്ടി പ്രവർത്തകർ വേണോ അല്ലാത്തവരൊക്കെ BJP പല സ്ഥലങ്ങളിലും അത്തരം പരീക്ഷണങ്ങളൊക്കെ നേരത്തെ നടത്തിയിട്ടുണ്ട്. ശ്രീ രാജീവാണ്. ശ്രീ രാജീവ് ദാസനാണ്, ക്ഷമിക്കണം ശ്രീ ദാസൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ കെ സുരേന്ദ്രൻ മാറി രാജീവ് ചന്ദ്രശേഖർ വന്നാൽ ഏതെങ്കിലും തരത്തിൽ മാറ്റം ഉണ്ടാകുമോ BJP-യിൽ? ഇത് കെ സുരേന്ദ്രൻ മാറിയത് ഗുണകരമാണ്. പക്ഷേ ചന്ദ്രശേഖർ അത്ര പോരാ. ഈ ശരിക്കും BJP-ന്റെ പ്രോട്ടോകോൾ അനുസരിച്ച് നമ്മുടെ MD രമേശാണ് പ്രസിഡന്റ് ആകേണ്ടത്. പക്ഷെ ഇതെന്താ ഇങ്ങനെ സംഭവിച്ചറിയില്ല. അങ്ങനെ ഒരു പ്രോട്ടോകോൾ ഉണ്ടോ? MD രമേശ് തന്നെ ആവണം എന്നൊരു പ്രോട്ടോകോൾ ഉണ്ടോ? അങ്ങനെയല്ല, നമ്മൾ സാധാരണ MD രമേശിന്റെ പേര് ദീർഘകാലമായി കേൾക്കുന്ന തലമുതിർന്ന കേരളത്തിലെ BJP നേതാവാണ്. ABVP പോലെ RSS പോലെ ചെറുപ്പം പോലെ വന്ന നല്ല അതൊക്കെയാണ് സമ്പന്നനായ ഒരു രാഷ്ട്രീയക്കാരാണ്. എങ്ങനെ രാഷ്ട്രീയക്കാരെ കൂടുതൽ ഒരു കച്ചറയില്ലാതെ ഒരു മിതവാദിയായ രാഷ്ട്രീയക്കാരൻ. കുറച്ച് അയാളായിരുന്നു ആകേണ്ടെന്ന് എന്റെ അഭിപ്രായം. ഞാൻ ആദ്യമേ തീരുമാനിച്ചത് എന്റെ മനസ്സിലുള്ള അഭിപ്രായം വത്സൻ തില്ലങ്കേരി ആയെങ്കിൽ ഒരു മാറ്റം തന്നെ ഉണ്ടാവുമായിരുന്നു. പക്ഷേ വത്സൻ തില്ലങ്കേരി പല പ്രശ്നങ്ങൾ കൊണ്ട് പുള്ളി പല രാഷ്ട്രീയ ഈ സംഘടനയുടെ കാരണത്തിലുകൊണ്ട് പുള്ളിക്ക് സമയം കിട്ടുന്നില്ല. അല്ലെ വത്സൻ തില്ലങ്കേരി വന്നെങ്കിൽ BJP-നെ ഒറ്റക്കെട്ടെ നയിക്കുകയും ചെയ്യും. BJP അടുത്ത തവണ ശരിക്കും ഒരു 10-20 സീറ്റ് പിടിക്കുന്ന അവസ്ഥ ഉണ്ടാവുമായിരുന്നു കേരളത്തിൽ. ഞാൻ BJP അത്രയൊക്കെ കടത്തി പറയണോ ശ്രീദാസൻ? അല്ല, BJP ഒന്ന് അധികാരത്തിൽ ഒന്ന് കാണുന്ന ആഗ്രഹിക്കുന്ന ആളാണ് കേരളത്തിൽ. ശരി, ഓക്കെ. എന്തായാലും അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുമുണ്ട്. എന്തായാലും നമുക്ക് മറ്റു പ്രശ്നം KK മണിയാണ് കൊല്ലത്ത് നിന്നും. ശ്രീ KK മണി, താങ്കൾക്ക് പറയാം. ഷാജിയാണ് കൊല്ലത്ത് നിന്നും. ശ്രീ ഷാജി, കേരളത്തിലെ കെ സുരേന്ദ്രൻ മാറി രാജീവ് ചന്ദ്രശേഖറാണ് വരുന്നത്. അത്തരമൊരു പരീക്ഷണം കേരളത്തിൽ BJP-യുടെ തലപ്പത്തേക്ക് ആദ്യമാണ്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? അല്ല, പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. പരീക്ഷണങ്ങൾ നിരവധി നടത്തിയല്ലോ. അപ്പോ പിന്നെ നമ്മുടെ കുമ്മനം രാജശേഖരൻ വന്ന് ഇവിടെ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നു. 70+1 ഞങ്ങളുടെ കണക്കൂട്ടലെന്ന് പറഞ്ഞു. അപ്പോൾ അവസാനം പിന്നെ സുരേന്ദ്രൻ വന്നാൽ 35 മതി ഉണ്ടെങ്കിലും ഞങ്ങൾ ഭരണം പിടിക്കും, 35 വന്നാൽ ഞങ്ങൾ ഭരണം പിടിക്കുമെന്ന് പറയും. 35 സീറ്റ് കിട്ടിയാൽ അതെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. ഈ പറഞ്ഞ കണക്ക് ആരെങ്കിലും ഒരാൾ പ്രസിഡന്റ് ആയേ പറ്റൂ. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ അവിടെ നിൽക്കുക, ഇങ്ങനെ പലരെയൊക്കെ ഇങ്ങനെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ആരെങ്കിലുമൊക്കെ കൊണ്ടു നിർത്തുക, അത് അവരുടെ കാര്യം. എന്റെ ആശങ്ക എന്ന് പറയുന്നത് ഈ 50 രൂപയുടെ 1 ലിറ്റർ പെട്രോൾ ഞങ്ങൾ ആരുടെ പോയി ചോദിക്കും സുരേട്ടൻ പോയതിനു ശേഷം. അതാണ് നമ്മുടെ ആശങ്ക. ശരി, ഓക്കെ. നിങ്ങളുടെ അഭിപ്രായം അങ്ങനെ. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ പ്രസന്നാണ് മാളയിൽ നിന്നും. ശ്രീ പ്രസന്നൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ രാജീവ് ചന്ദ്രശേഖരന് ഏതെങ്കിലും തരത്തിൽ കേരളത്തിലെ BJP-യിൽ ഒരു മാറ്റം വരുത്താൻ കഴിയുമോ? തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. എന്താണ് അതിന് കാരണം? കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പ്രസ്ഥാനത്തിന്റെ, ഏത് പ്രസ്ഥാനം ആയിക്കോട്ടെ, ആ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വാല്യൂ ആയിട്ട് കാര്യങ്ങളെ ഫേസ് ചെയ്യുന്ന ആളുകളായിരിക്കണം. അതായത് വെറുതെ കച്ചറ വിച്ചറാന്ന് വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല. വളരെ എന്താ പറയാ, സിൻസിയറായിട്ട് വളരെ ഗൗരവപൂർവ്വം വർത്താനം പറയും, ചിന്തിക്കുകയും ചെയ്യുന്ന നേതാക്കന്മാർ നമ്മുടെ നാടിന് ആവശ്യമാണ്, എല്ലാ പാർട്ടിയിലായാലും. എനിക്ക് മറ്റൊരു അഭിപ്രായം കൂടി ഉണ്ട്. നമ്മുടെ ശശി തരൂരിനെ പോലെ ഉള്ള ആളുകൾ ഇപ്പോൾ കോൺഗ്രസിന്റെ തലപ്പത്ത് വന്ന് അവരെ അടുപ്പിക്കില്ല. പക്ഷെ എന്നാലും മറ്റാളുകളുടെ ചങ്കിടിപ്പ് വർദ്ധിപ്പിക്കും, സംശയമില്ല. ഈ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെ BJP-യുടെ പ്രസിഡന്റ് ആയാൽ പലർക്കും ചങ്കിടിപ്പ് സ്വാഭാവികമായിട്ട് കൂടിയിട്ടുണ്ടാവും. സ്വാഭാവികമായും ഈ പാർട്ടിയെ ഒരുപാട് കാലം നയിക്കുകയും ആ പാർട്ടിയെ ആളെ കൂട്ടുകയും സമരം ചെയ്യുകയും കൊടിപിടിക്കുകയും ഒക്കെ ചെയ്ത ഒരുപാട് നേതാക്കളില്ല. അവരെയൊക്കെ മാറ്റിക്കൊണ്ട് അത്തരം പ്രവർത്തനങ്ങളിലൊന്നും, പാർട്ടി പ്രവർത്തനങ്ങളൊന്നും അങ്ങനെ പരിചയമില്ലാത്ത ഒരാളെ കൊണ്ടുവരുന്നത് സാധാരണ പാർട്ടി പ്രവർത്തകർ അംഗീകരിക്കുമോ? അല്ല, അങ്ങനെയല്ല. അതിന് ആ രീതിയിൽ മാത്രം കണ്ടിട്ട് കാര്യമില്ല. നമ്മളിപ്പോൾ നമ്മുടെ ഒരു ഉദാഹരണത്തിന് ഒരു ബസ് സർവീസ് ഉണ്ടെന്ന് വിചാരിക്കാം. നമ്മളിപ്പോൾ ഒരു പുതിയ ബസ് സർവീസ്, ഒരു പുതിയ വണ്ടി എടുത്തിട്ട് നമ്മളിപ്പോൾ കോയമ്പത്തൂർക്കോ അല്ലെങ്കിൽ ബാംഗ്ലൂർക്കോ ഒരു സർവീസ് തുടങ്ങുന്നത്. ഇവിടെ ലോക്കൽ ഓടിച്ചിരുന്ന ഡ്രൈവർമാർ അനവധി പേരുണ്ട്. പക്ഷെ അതിന് നമുക്ക് പ്രഗത്ഭനായ ഒരു ഡ്രൈവർ ഉണ്ടെങ്കിൽ കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങേരെ അപ്പോയിന്റ് ചെയ്യുന്നതിൽ എന്താ കുഴപ്പം? അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് സിന്ധുരാജൻ കൂടി ചേരുന്നു. ശ്രീ സിന്ധുരാജൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ സുരേന്ദ്രനേക്കാൾ മുന്നോട്ട് നയിക്കാൻ അല്ലെങ്കിൽ അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു നേതൃത്വമായി മാറാൻ ഈ രാജീവ് ചന്ദ്രശേഖരന് കഴിയുമോ? ഞാനൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. 2026 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ BJP ഒരു സീറ്റ് അങ്ങനെ പിടിച്ചാലോ. പക്ഷെ ഇപ്പൊ അത് മാറി കിട്ടി. ഇതാണ് എനിക്കുണ്ടായ വിശ്വാസം. അതെന്താണ് അങ്ങനെ സിന്ധുരാജൻ? കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മുടെ കേരളത്തിൽ പ്രവർത്തിച്ച BJP-യുടെ, ഞാൻ BJP-കാരനല്ല, ഞാൻ ഇടതുപക്ഷ അനുഭാവിയാണ്. എങ്കിലും BJP-യിൽ പ്രവർത്തിച്ച ഒരുപാട് പ്രവർത്തകർ നമ്മുടെ നാട്ടിൽ നിന്നപ്പോഴത്തേക്ക് കർണാടകയിൽ നിന്ന് ഒരാളെ കെട്ടിയിറക്കി കേരളത്തിന്റെ
കാറ്റിന്റെ ഗതി അറിഞ്ഞുകൂടാത്ത ഒരാളെ കൊണ്ടിറങ്ങിയിട്ട് പക്ഷെ പുള്ളി തിരുവനന്തപുരത്ത് മത്സരിച്ചിട്ട് ചെറിയ നിസാര വോട്ടിനാണ് അദ്ദേഹം പരാജയപ്പെട്ടതെന്ന് കൂടി നമ്മൾ ആലോചിക്കണം. 16,077 വോട്ടിന് മാത്രമാണ് ശശി തരൂരിനുണ്ടായിരുന്ന ഭൂരിപക്ഷം. അതെ, ഞാൻ അദ്ദേഹം നമ്മുടെ തിരുവനന്തപുരത്തായിരുന്നു വോട്ട് ചെയ്തത്. നമ്മളെ മണ്ഡലമല്ലായിരുന്നു, തിരുവനന്തപുരം മണ്ഡലത്തിലല്ലേ? തിരുവനന്തപുരം മണ്ഡലത്തിലാണ് മത്സരിച്ചത്. ഞാൻ ന്യൂസ് 8 അടുത്ത് തന്നെ ഉണ്ട് സാറേ. ശരി, ഓക്കെ ശ്രീ സിന്ധുരാജൻ. നമുക്ക് യൂട്യൂബിലെ ചില കമന്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. മോഹനൻ നായർ പറയുന്നു, ശോഭാ സുരേന്ദ്രനാണ് കേരളത്തിൽ ഈ സാഹചര്യത്തിൽ വരേണ്ടിയിരുന്നത്. മറിച്ചെടുത്ത തീരുമാനം തെറ്റെന്ന് വരും കാലം തെളിയിക്കുമെന്ന് പറയുന്നു. തനൂജ NV ഉദയൻ, കുറേ LDFും UDFും ഭരിച്ചില്ലേ, ഇനി ഞങ്ങളെയൊക്കെ ഒരു വോട്ട് BJPക്ക് എന്ന് പറയുന്നു. കുറച്ച് കാലമായി BJP എല്ലായിടത്തും പറയുന്നതാണ് ഇങ്ങനെ അവർക്ക് വോട്ട് മറ്റേ രണ്ടുപേരും ഭരിച്ചില്ലേ എന്നുള്ളത്. രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റായി വന്ന് കൊള്ളാം, പക്ഷേ BJP ജയിക്കണമെങ്കിൽ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രവർത്തന ശൈലി കേരളത്തിൽ കൊണ്ടുവരണം എന്ന് ജയകുമാർ പറയുന്നു. അതെങ്ങനെയാണ് എന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും ശോഭാ സുരേന്ദ്രന് വേണ്ടി അരുൺകുമാറും പറയുന്നു. മറ്റൊരാൾ പറയുന്നു, സത്യം ഇത്തവണ എന്തായാലും ഞങ്ങളുടെ ഫാമിലി BJPക്ക് കൊടുക്കും. ഇതുപോലെ കഴിവുള്ളവരെ പ്രസൻറ്റ് ചെയ്ത BJPക്ക് അഭിനന്ദനങ്ങളെന്നാണ് ശ്രീ ജോസഫ് ഗ്രിഗറി പറയുന്നത്. മച്ചിപ്പശുവിനെ തൊഴുത്തുമാറ്റി പരീക്ഷിക്കുന്നത് എന്തിനാ, മാറ്റം വരുമെന്ന പ്രതീക്ഷ കൊണ്ടല്ലേ എന്ന് കൃഷ്ണദാസ് ചോദിക്കുന്നു. അതൊരു നാടൻ ചൊല്ലു വെച്ച് ചോദിച്ചതായിരിക്കും. കമ്മ്യൂണിസം കൊണ്ട് വ്യവസായവും ബിസിനസ്സും തകർന്ന് കടക്കണിയിലായ കേരളത്തെ രക്ഷിക്കാൻ വിദേശ നിക്ഷേപവും വ്യവസായവും വരുമാനം കൊണ്ട് രാജീവ് ചന്ദ്രശേഖരന് കഴിയും. കേരളം അതിന് അവസരം നൽകട്ടെ എന്ന് സജീവ് പുത്തൻ വത്തോടി പറയുന്നു. അതെങ്ങനെയാണ് അദ്ദേഹത്തിനൊരു BJPയുടെ പ്രസിഡന്റ് അത്തരത്തിൽ ഉണ്ട്? അതായത് കേരളത്തിൽ കമ്മ്യൂണിസവും കേരളത്തിൽ ഏതെങ്കിലും പാർട്ടി ഉള്ളതുകൊണ്ട് കേരളം മുഴുവൻ തകർന്നു പോയി എന്നൊക്കെ എങ്ങനെയാണ് താങ്കൾ ഏത് കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നതെന്ന് എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല. എന്തായാലും ആശുപത്രി കിടക്കയിൽ നിന്ന് മാർപ്പാപ്പ വിശ്വാസികളെ മടങ്ങി വന്ന മാർപ്പാപ്പ വിശ്വാസികളെ അഭിസംബോധന ചെയ്യുകയാണ് തത്സമയ സംഭവം. A tutti e vedo questa signora con i fiori gialli, è brava. രോഗബാധിതനായി ആശുപത്രിയിലായിരുന്ന മാർപ്പാപ്പ രോഗം ഭേദമായി മടങ്ങി ആശുപത്രി വിട്ട് എത്തിയിരിക്കുകയാണ്. അദ്ദേഹം വിശ്വാസികളെ ആശീർവദിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ശ്രീ ഏലിയാസ് ആണ് ബാംഗ്ലൂരിൽ നിന്ന്. ശ്രീ ഏലിയാസ്, കേരളത്തിൽ BJP ഒരു പുതിയ പരീക്ഷണം നടത്തുകയാണ്. കേരളത്തിൽ സ്ഥിരം രാഷ്ട്രീയക്കാരായ അല്ലെങ്കിൽ അത്തരത്തിലുള്ള രാഷ്ട്രീയ നേതാക്കളെ മാറ്റി നിർത്തി രാജീവ് ചന്ദ്രശേഖരനെ BJP സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു. ഈ പരീക്ഷണം വിജയിക്കാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും ഈ പരീക്ഷണം വിജയത്തിലോട്ടുള്ള മുന്നോടിയാണ്. അതെന്താണ് താങ്കൾ അങ്ങനെ പറയാൻ കാരണം? രാജീവ് ചന്ദ്രശേഖർ പോലുള്ള ഒരാളെ കേരളത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മറ്റുള്ള, അതായത് ഞാൻ ആരെയും കളിയാക്കിയോ അല്ലെങ്കിൽ അവരെ വേറെ ചെറുതാക്കിയോ പറയുന്നതല്ല, അവരൊക്കെ പഴയ കാലങ്ങളിലുള്ള കാര്യങ്ങൾ ഓർത്ത് ആ BJP കൊണ്ടുവന്നു കഴിഞ്ഞാൽ കേരളത്തിൽ ഒരു കാലത്തും BJP മുന്നോട്ട് വരില്ല. പുരോഗമന ചിന്താഗതിയിലോട്ട് വരുന്ന ചന്ദ്രശേഖരനെ പോലുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും BJPക്ക് വളർച്ചയുണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ ഈ പുരോഗമന ചിന്താഗതിക്കാരനാണ് എന്നുള്ളത് മറ്റുള്ളവരെക്കാൾ ഏത് തരത്തിലാണ് താങ്കൾ അത് ഉദ്ദേശിച്ചത്? മനസ്സിലായില്ല. കഴിഞ്ഞ തവണ തിരുവനന്തപുരത്ത് മത്സരിച്ചപ്പോൾ തന്നെ
അദ്ദേഹത്തിന്റെ മുഖ്യ എന്താ പറയുന്ന അദ്ദേഹത്തെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് കൊണ്ടുവരുന്ന പുരോഗമനത്തെ പറ്റി പുള്ളിയെ വളരെ നല്ല രീതിയിൽ അവിടെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ എല്ലാ മൂന്ന് പാർട്ടിക്കാരും പ്രസന്റ് ചെയ്തല്ലേ? തീർച്ചയായിട്ടും BJP-യിൽ നിന്നും ആദ്യമായാണ് ഒരാൾ ഇത്തരത്തിലൊരു വാഗ്ദാനം കൊടുക്കുന്നത്. അതുപോലെ അദ്ദേഹത്തിനുള്ള ഒരു എക്സ്പീരിയൻസ്, ആ ഒരു തിരുവനന്തപുരത്തിന് മറ്റ് വരണമെന്ന് ആഗ്രഹിച്ച ഒരാളായിരുന്നു അദ്ദേഹം. അതുപോലെ അദ്ദേഹത്തിന് വോട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും BJP-യുടെ വോട്ടിന്റെ ഹൈക്ക് തിരുവനന്തപുരത്ത് കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അത് അങ്ങനെ ഒരു ഹൈക്ക് ശ്രീ ഏലിയാസ് ഇന്നസെന്റ് ഉണ്ടോ? ഇല്ലല്ലോ. അദ്ദേഹം കേരളത്തിൽ ഏറ്റവും കൂടുതൽ BJP-ക്ക് സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്ന മണ്ഡലം തിരുവനന്തപുരമാണ്. ഇതിനു മുമ്പും അതിനു മുമ്പിൽ തവണയും ഒക്കെ രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയ മണ്ഡലമാണ്. O രാജഗോപാലും കുമ്മൻ രാജശേഖരനും ഒക്കെ രണ്ടാം സ്ഥാനത്തെത്തിയ മണ്ഡലമാണിത്. അവിടെ രാജീവ് ചന്ദ്രശേഖർ വന്നിട്ടും പ്രത്യേകിച്ച് വലിയൊരു നേട്ടമൊന്നും വോട്ട് നിലനിർത്താൻ കഴിഞ്ഞു എന്നതിനപ്പുറത്തേക്കൊരു നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. നേരെ മറിച്ച് സുരേഷ് ഗോപിയെ പോലെ ഒരാൾ തൃശ്ശൂരിൽ വിജയിക്കുകയും ചെയ്തില്ലേ? തീർച്ചയായിട്ടും സുരേഷ് ഗോപി പോലുള്ള ഒരാൾ വിജയിക്കുകയും ചെയ്തു. രാജീവ് ചന്ദ്രശേഖരൻ വേറൊരു കാര്യം ആലോചിക്കണം. രാജീവ് ചന്ദ്രശേഖർ വേറൊരു സംസ്ഥാനത്ത് നിന്ന് അവിടെ വന്ന് മത്സരിച്ച ഒരാളാണ്. അല്ലെ, അങ്ങനെ ആരായാലും മത്സരിച്ചിട്ട് അങ്ങനെ ഒരു BJP-ക്ക് ഒരു നേട്ടമുണ്ടാക്കി കൊടുത്തു എന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. ഉള്ളത് നഷ്ടപ്പെടുത്തിയില്ല, അങ്ങനെ വേണമെങ്കിൽ താങ്കൾക്ക് പറയാം. അല്ല, തീർച്ചയായിട്ടും മുന്നേറ്റം തന്നെ ഉണ്ടാക്കിയെന്ന് തന്നെയാണ്. എന്ത് മുന്നേറ്റമാണ്? വോട്ടിന്റെ കണക്കിൽ അങ്ങനെ ഒരു വലിയ മുന്നേറ്റം തിരുവനന്തപുരത്ത് BJP അതല്ല ഞാൻ പറഞ്ഞു വരുന്നത്. തിരുവനന്തപുരത്തിന് ഏത് രീതിയിൽ എത്തിക്കണമെന്ന് സ്വപ്നം കാണുന്ന ശ്രീ ഏലിയാസ്, അത് ശശി തരൂർ അങ്ങനെ എന്തെല്ലാം പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ പന്ന്യൻ രവീന്ദ്രൻ പരിപാടികൾ തിരുവനന്തപുരം മാറ്റത്തെ കുറിച്ച് പറഞ്ഞു, രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. അതിലൊക്കെ ഈ ഇലക്ഷൻ മുമ്പ് അങ്ങനെ ആളുകൾ എന്തെല്ലാം തരത്തിൽ പറയും. അല്ല, അതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. കേന്ദ്രം ഭരിക്കുന്നത് BJP ആണെങ്കിൽ എനിക്ക് തോന്നുന്നു BJP MP വന്നു കഴിഞ്ഞാൽ മാത്രമായിരിക്കാം പുരോഗമനത്തിന് കൂടുതൽ സപ്പോർട്ട് കിട്ടുക. അങ്ങനെയല്ലല്ലോ വരേണ്ടത്. ആരായാലും MP-മാർക്ക് അവസരം, അവർക്ക് തുല്യമായ പരിഗണന നൽകുക എന്നുള്ളതല്ലേ ഒരു ജനാധിപത്യ മര്യാദ. അതാണ് ജനാധിപത്യ മര്യാദയാണെങ്കിൽ കൂടിയും ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ശരിയാണ് താങ്കൾ പറഞ്ഞത്, സംഭവിക്കുന്നത് അങ്ങനെയൊക്കെയാണ്. എന്തായാലും നമുക്ക് യൂട്യൂബിലെ ചില കമന്റുകളിൽ കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട്. ഇതിനകത്ത് പറയുന്നത്, ആധുനിക കേരളം കെട്ടിപ്പടുക്കാൻ ഉയർന്ന വിദ്യാഭ്യാസമുള്ള ദീർഘവീക്ഷണമുള്ള ഇദ്ദേഹത്തെ പോലുള്ളവർ കഴിയും. ഇതുപോലുള്ള എല്ലാ പാർട്ടികളിലും മാറ്റങ്ങൾ ഉണ്ടാവട്ടെ, നോക്കുകൂലിയും കട്ടൻ ചായയും എല്ലാം ആവശ്യമെന്ന് ശശി ബാലകൃഷ്ണൻ പറയുന്നു. ശശി ബാലകൃഷ്ണൻ വളരെ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവരല്ല ഈ കേരളം കെട്ടിപ്പടുത്തത്. കേരളം കെട്ടിപ്പടുത്തത് പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമുള്ള നേതാക്കളൊക്കെ ആയിരുന്നു. അത് EMS-ന്റെ കാലം മുതൽ എടുത്തു കഴിഞ്ഞാൽ, അല്ലാതെ വിദ്യാഭ്യാസ യോഗ്യത അധികമുള്ളത് ആരുടെയും ദോഷമൊന്നുമല്ല. പക്ഷേ വിദ്യാഭ്യാസ യോഗ്യത അധികമുള്ളവരാണ് കേരളം ആകെ കെട്ടിപ്പടുത്തത് എന്നൊന്നും താങ്കൾ കരുതരുത്. കേരളത്തെ മുന്നോട്ട് നയിച്ച വലിയ നായകരൊന്നും അങ്ങനെ വിദ്യാഭ്യാസ യോഗ്യത കൊണ്ടായിരുന്നില്ല അവർ. അവരുടെ ദീർഘവീക്ഷണത്തിൻ്റെ കഴിവുകൊണ്ടും അവരുടെ നേതൃശേഷിയും ഒക്കെ കൊണ്ടാണ് കേരളത്തെ വലിയ രീതിയിൽ അത് CPM-ൻ്റെ ആയാലും കോൺഗ്രസിൻ്റെ ഒക്കെ ആയാലും ഇപ്പോൾ K കരുണാകരനെ പോലുള്ള നേതാക്കളുടെയൊക്കെ, അല്ലെങ്കിൽ VS അച്യുതാനന്ദനെ പോലുള്ള നേതാക്കളുടെ, EMS പോലുള്ള നേതാക്കളുടെയൊക്കെ എടുത്താൽ, ഇനി പിണറായി വിജയനെ തന്നെ എടുത്താലും അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി എടുത്താലും, ഇവരൊന്നും വിദ്യാഭ്യാസ യോഗ്യതയിൽ ആ കാലത്ത് ഉള്ള മികച്ച വിദ്യാഭ്യാസം എന്നതിനപ്പുറത്തേക്ക് അക്കാഡമിക് യോഗ്യത കൊണ്ടല്ല ഇവർ നേടിയത്. അക്കാഡമിക് യോഗ്യതയാണ് ഏറ്റവും മികച്ചത് എന്ന് നമ്മൾ കരുതരുത്. അങ്ങനെയുള്ളവരല്ല. ഈവൻ നരേന്ദ്രമോദി എടുത്താൽ പോലും അങ്ങനെയല്ല എന്ന് നമ്മൾ കാണണം. ഏത് രാഷ്ട്രീയ പാർട്ടിയിലായാലും അത് കാണേണ്ടത് തന്നെയാണ്. പാവം രാഹുൽ ഗാന്ധി എന്ന് പറയുന്നു ജോസഫ്. രാഹുൽ ഗാന്ധിക്ക് ഇതിലെന്താണ് കുഴപ്പമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിയമം പൊട്ടിച്ചത് പിണറായി അല്ല, K മുരളീധരനാണ്. BJP വരാതിരിക്കാൻ എന്ന് ജയകുമാർ പറയുന്നു. ജയകുമാർ K മുരളീധരൻ്റെ സ്ഥാനാർത്ഥിത്വം അവിടെ നിർണായകമായിരുന്നു എന്നുള്ളത് ശരി തന്നെയാണ്, അതിന് യാതൊരു സംശയവുമില്ല. പക്ഷെ അവിടെ ജയിച്ചത് K മുരളീധരനല്ല, V ശിവൻകുട്ടിയാണ് അവിടെ ജയിച്ചത്. അവിടെ പൂട്ടിച്ചത് CPM തന്നെയാണ്. അതിന് സഹായിക്കുന്ന നിലപാട് K മുരളീധരനെ പോലൊരു സ്ഥാനാർത്ഥി അവിടെ വന്നത് അങ്ങനെ ഒരു വിജയത്തിന് സഹായമായി എന്നത് നിർണായകമാണ്. അത് ഒരിക്കലും ആർക്കും നിഷേധിക്കാൻ കഴിയുന്നതും ഒന്നല്ല. BJP വരില്ല, കോൺഗ്രസ് വരില്ല, പിന്നെ ആര് വരും രാജൻ എന്ന് ചോദിക്കുന്നു. ശോഭാ സുരേന്ദ്രനായിരുന്നെങ്കിൽ നന്നായനെ എന്ന് പ്രേക്ഷകരൊക്കെ പറയുന്നുണ്ട്. കർണാടകക്കാരനല്ല, തൃശ്ശൂർക്കാരനാണ് എന്ന് സുരേഷ് ബാബു പറയുന്നു. തൃശ്ശൂർക്കാരനൊക്കെയാണ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലമൊക്കെ, അദ്ദേഹം സ്കൂൾ വിദ്യാഭ്യാസ ശേഷം കർണാടകയിലേക്ക് പോയതാണ്. പ്രവർത്തന മണ്ഡലമൊക്കെ കർണാടകയായിരുന്നു ഏറിയ സമയം. അവിടുന്ന് രാജ്യസഭാംഗമായത് 3 തവണയും കർണാടകയിൽ നിന്നാണ്. അല്ലാതെ ജനിച്ചത് വെച്ചിട്ടല്ല ആളുകൾ അങ്ങനെയൊക്കെ പറയുന്നത് സ്വാഭാവികമായും. അടുത്ത പ്രാവശ്യം കേരളം കോൺഗ്രസ് ഭരിക്കും ഉറപ്പാണെന്നാണ് മൻസൂർ യൂസുലിനുള്ള ഒരു ആത്മവിശ്വാസം. പ്രത്യാഘാതം BJP നേരിടേണ്ടി വരും, അവരുടെ ലോക്കൽ ലീഡേഴ്സിൽ നിന്ന് തന്നെ കൊഴിഞ്ഞുപോക്ക് പ്രതീക്ഷിക്കാമെന്ന് സതീഷ് ചന്ദ്രൻ പറയുന്നു. അതോടൊപ്പം തന്നെ ഒരു ധൃതിക്കുറവ് അവർ എന്താണെന്ന് വായിക്കാൻ വയ്യ ബാക്കി. അതോടൊപ്പം തന്നെ കേരളം
ശോഭാ സുരേന്ദ്രൻ മതിയായിരുന്നു എന്നും മറ്റൊരാൾ പറയുന്നുണ്ട്. എന്തായാലും അങ്ങനെയുള്ള വ്യത്യസ്തമായ കമൻറ്റുകളും എന്തായാലും യൂട്യൂബിൽ വരുന്നുണ്ട്. നമുക്ക് മറ്റു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശശിധരനാണ് വയലാറിൽ നിന്ന്. ശ്രീ ശശിധരൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? കെ സുരേന്ദ്രൻ മാറി രാജീവ് ചന്ദ്രശേഖർ വരുമ്പോൾ മാറ്റം BJPക്ക് അനുകൂലമായിട്ടുണ്ടാവാൻ സാധ്യതയുണ്ടോ? നമസ്കാരം. നമസ്കാരം. ഇത് മോശമായി പോട്ടെ. 20 മിനിറ്റായി വോട്ട് ചെയ്തോണ്ടിരിക്കുന്നത്. ഇതിന്റെ ഇടയ്ക്ക് വേറെ പരിപാടിക്ക് പോവുക. ശ്രീ ശശിധരൻ, മാർപ്പാപ്പയെ പോലെ ഒരു മനുഷ്യൻ, ലോകമാകമാനമുള്ള വിശ്വാസികൾ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നാണ് അദ്ദേഹത്തിന്റെ മടങ്ങിവരവ്. ആ മടങ്ങിവരുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങൾ കാണിക്കാൻ അവസരം കിട്ടുമ്പോൾ നമ്മൾ അത് കാണിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഒരു മോശമല്ലേ? അത് കാണിക്കേണ്ടതല്ലേ? വേറൊരു കാര്യം ഞാൻ മനുവിനോട് പറഞ്ഞിരുന്നു. അതായത് നമ്മുടെ ഈ ഇങ്ങനെയുള്ള പരിപാടിക്ക് ഒരു പ്രത്യേക ഒരു സംവിധാനം ഉണ്ട്. അതായത് യൂട്യൂബ് കമന്റ്സ് എല്ലാം സെപ്പറേറ്റ് സൈഡിൽ ഇങ്ങനെ കാണിച്ചു പോവുക. അപ്പൊ ഈ കാണിക്കാൻ പറ്റില്ല ശ്രീ. യൂട്യൂബിൽ തത്സമയം വരുന്ന കമന്റ് നമുക്ക് എഡിറ്റ് ചെയ്യാനൊന്നും കഴിയില്ലല്ലോ. അപ്പൊ യൂട്യൂബിൽ പലരും പേരില്ലാതെയൊക്കെയുള്ള ആളുകൾ ഇരട്ടി പേർക്ക് അവസരം കിട്ടുമെന്നത്. അതാണ് ഞാൻ പറയാൻ. ശരി, ഓക്കെ, എന്തായാലും താങ്കൾ പറഞ്ഞോളൂ. ഞാൻ ഇതിന്റെ ഈ വിഷയത്തെ പറ്റി പറയുമ്പോൾ ഇത് നമ്മളാരും വിചാരിക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന ബുദ്ധിരാഷ്ട്രന്മാരാ. വേറെ ആര് ഏൽപ്പിച്ചാലും ഇത് സ്പ്ലിറ്റ് ഉണ്ടാകും. ഈ പാർട്ടി ഐക്യത്തോടെ പോകത്തില്ല. ആരും ആ വിഷയം പറയുന്നില്ല. കിരണേ, ശോഭാ സുരേന്ദ്രനെ ഏൽപ്പിച്ചാലും രമേശിനെ ഏൽപ്പിച്ചാലും വേറെ ആരെ ഏൽപ്പിച്ചാലും ഇതിവിടെ ഗ്രൂപ്പിസം മുറുകി വരും. ഗ്രൂപ്പുകളെല്ലാം കൂടെ ചേർന്ന് രാജീവ് ചന്ദ്രശേഖരനെതിരെ നിന്നാൽ എന്ത് ചെയ്യും? ഇല്ല, അത് കൊണ്ടുപോകാനുള്ള കഴിവ് അങ്ങനെ കൊണ്ടുവന്ന് അവർക്ക് തോന്നിക്കാണും. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയും, ഈ സഖാക്കൾ ഇവിടെ കിടന്നുകൊണ്ട് ഇതിന് മാത്രം കിടന്ന് പറഞ്ഞ കാര്യമില്ല. ഇവരുടെ പാർട്ടിയിൽ എന്താണ് നടക്കുന്നത്? കണ്ണൂർ ലോബി തീരുമാനിക്കുന്നു. ഇത് രണ്ടും കണക്കാണ്. അതെങ്ങനെയാണ്? ഏത് CPM-ലാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? CPM-ൽ അങ്ങനെ ഇതുപോലെ ആരെയും കൊണ്ടുവന്ന് സംസ്ഥാന സെക്രട്ടറിയോ മുഖ്യമന്ത്രിയോ ഒന്നും ആക്കിയിട്ടില്ല. ഞാനീ പറഞ്ഞ കണ്ണൂർ ലോബി അല്ലാണ്ട് ദക്ഷിണേന്ത്യയിലെ ഒരാളുടെയെങ്കിലും ഒരു പേര് പറയൂ താങ്കൾ. ഇങ്ങനെ വന്ന് കേരളത്തിലെ CPM-ൽ സെക്രട്ടറി അല്ല, വേണ്ട കോൺഗ്രസിലോ അങ്ങനെ ആരെങ്കിലും ഈ രണ്ട് പാർട്ടികളിലും അങ്ങനെയൊന്നും ആരെയും കേരളത്തിൽ കൊണ്ടുവന്ന് ഭാരവാഹിയൊന്നും ആക്കിയിട്ടില്ല. ഒരാളുടെ പേര് പറയൂ ശ്രീ ശശിധരൻ. ഒരാളുടെ പേര് ഇങ്ങനെ വന്ന് പാർട്ടിയുടെ പ്രധാന സ്ഥാനത്ത് വന്ന ഒരാളുടെ പേര് താങ്കൾ പറയും. അതിന് ഞാൻ പറഞ്ഞു ശ്രീ ശശിധരൻ, താങ്കൾ പറഞ്ഞ എന്താണ്? ഇവിടെ തീരുമാനിക്കുന്ന ഈ മട്ടിൽ CPM-ൽ നടന്നിട്ടുണ്ട്. ഒരാളുടെ പേര് പറയാൻ മാത്രമേ ഞാൻ ആവശ്യപ്പെടുന്നു. ഞാൻ ആ അർത്ഥത്തിലല്ല പറഞ്ഞത്. പിന്നെ അത് ഏത് അർത്ഥത്തിലാണ്? സ്റ്റിയറിംഗ് മുഴുവനും അവിടെയാണ്. സ്റ്റിയറിംഗ് അവിടെയാണെന്ന് പറഞ്ഞാൽ ഇപ്പൊ കോൺഗ്രസിന്റെ സ്റ്റിയറിംഗ് ഹൈക്കമാൻഡ് ആണെന്നും BJPയുടെ സ്റ്റിയറിംഗ് അമിത്ഷായും മോദിയാണെന്നൊക്കെ പറയുന്ന പോലെ പലപ്പോഴും പല സ്റ്റിയറിംഗുകളും വരും. പക്ഷേ ഈ തരത്തിലേക്ക് സ്ഥിരമായുള്ള പാർട്ടിക്കാരെ മാറ്റി നിർത്തി പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇങ്ങനെ ഒരാളെ കൊണ്ടുവന്ന് കേരളത്തിൽ മറ്റു പാർട്ടികളൊന്നും ഞാൻ കണ്ടിട്ടില്ല. പ്രധാന പാർട്ടികളിൽ അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. താങ്കളെ ഞാനതാ പറയാം, അങ്ങനെയാണെങ്കിൽ ഒരാളുടെങ്കിലും പേര് പറയണം. ഇങ്ങനെ ഒരാളെ അങ്ങനെയല്ല, അതല്ല പറഞ്ഞത്, അർത്ഥത്തിലല്ല പറഞ്ഞത്. എങ്കിൽ പിന്നെ രണ്ടിനെയും കമ്പയർ ചെയ്ത് പറയരുത്. അത് ആ പ്രസ്താവന ശരിയല്ല എന്നുള്ള അർത്ഥത്തിൽ പിൻവലിക്കാൻ വേണം. ആര് വന്നാലും അവർക്ക് മുന്നോട്ട് പിന്നെ പോകാൻ പറ്റിയല്ല. അവരെ ഇപ്പൊ നമ്മൾ കണ്ടതാണല്ലോ കഴിഞ്ഞ കാലയളവിൽ. ഒരു ഞങ്ങളുടെ ഒരു പ്രിയ സഖാവ് വന്നിട്ട് VS വന്നിട്ട് വല്ലതും നടന്നു. അതെന്താ? VS കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നില്ലേ? കേരളത്തിന് അതിനുശേഷം പ്രതിപക്ഷ നേതാവായിരുന്നില്ലേ? അതിന് മുമ്പ് പ്രതിപക്ഷ നേതാവായിട്ടില്ലേ? ഇതൊക്കെ എല്ലാവർക്കും അറിയാം. എന്തറിയാം ആളുകൾക്ക്? താങ്കൾ എന്തെങ്കിലുമൊക്കെ ഒരാളെ വിമർശിക്കുമ്പോൾ നമ്മളെ വിമർശിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. നമ്മൾ വെറുതെ അങ്ങ് അവരും ഇവരും എല്ലാം ഒരുപോലെയാണ്, അവരും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ അത് ഉദാഹരണം ചൂണ്ടിക്കാണിക്കാൻ വേണം. അല്ല, ഞാൻ അഭിപ്രായം കേൾക്കാനാണ്. പക്ഷേ താങ്കൾ പറയുന്ന തെറ്റായ അഭിപ്രായങ്ങൾ കേട്ടിട്ട് ഞാൻ മിണ്ടാതിരിക്കാന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ആരെയും കൊണ്ട് പറയിക്കുന്നില്ല. ഇത്തരം തെറ്റുകൾ പറഞ്ഞാൽ തിരുത്തേണ്ടി വരും ശ്രീ ശശിധരൻ. അതെങ്ങനെ? ഞാൻ ചോദിച്ചു, ഒരാളുടെയെങ്കിലും ഉദാഹരണം പറ. ഒരു ഉദാഹരണം താങ്കൾ ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞിട്ട് താങ്കൾക്ക് ഒരു ഉദാഹരണവും ഇല്ല. എനിക്ക് മനസ്സിലാവാനായിട്ടല്ല, കേട്ടോണ്ടിരിക്കുന്നവർക്കെല്ലാം നന്നായി മനസ്സിലാവും. എല്ലാവരും അരിയാഹാരമാണ് കഴിക്കുന്നത്. ശരി, ഓക്കെ ശ്രീ ശശിധരൻ. എന്റെ അഭിപ്രായം ഒന്നും അല്ല ശ്രീ ശശിധരൻ, ഇതൊക്കെ എല്ലാവർക്കും അറിയാം. ഈ ഏത് പാർട്ടിയിൽ അങ്ങനെ ഉണ്ടായാലും, CPM-ൽ ഉണ്ടായാലും കോൺഗ്രസിൽ ഉണ്ടായാലും ഒക്കെ നമുക്ക് ചൂണ്ടിക്കാണിക്കാം. അത്തരം വിഷയങ്ങളൊക്കെ അങ്ങനെ തന്നെ ചർച്ച ചെയ്യണം. അല്ലാതെ ഒരുത്തരുടെ ഒരു വിഷയം വെച്ചിട്ട് മറ്റൊരു ഇതും അങ്ങനെയാണെന്ന് പറയുമ്പോൾ അതിന് ഉദാഹരണങ്ങൾ വേണം. ഇല്ലാതെ പറയുന്നത് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ വേണം പറയാം. എന്റെ പൊളിറ്റിക്സും മനുവിന്റെ പൊളിറ്റിക്സും താങ്കളുടെ പൊളിറ്റിക്സും ഒക്കെ എല്ലാവർക്കും പൊളിറ്റിക്സ് കാണും. പക്ഷേ കാര്യങ്ങൾ പറയുമ്പോൾ വസ്തുത വേണം. അതിനല്ല അഭിപ്രായവേദി വെക്കണം. അത് വസ്തുതയില്ലാത്ത കാര്യങ്ങൾ ശ്രീ ശശിധരൻ പറഞ്ഞാൽ ഞാൻ അങ്ങനെ അംഗീകരിക്കും. അത് മനുവിന് വ്യക്തതയില്ല, എനിക്ക് വ്യക്തതയില്ല. ശരി, ഓക്കെ. താങ്കളുടെ വ്യക്തത ഇല്ല എന്നുള്ളത് എന്തായാലും കേട്ടോണ്ടിരിക്കുന്ന ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരു ഉദാഹരണം പോലും പറയാനില്ലാതെ എങ്ങനെയാണ് വ്യക്തത വരുന്നത്? എന്തായാലും നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്ന്. ശ്രീ കൃഷ്ണൻകുട്ടി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരു ടെക്നോക്രാറ്റ് ഒരു വ്യവസായി വരുമ്പോൾ കേരളത്തിന്റെ BJPക്ക് മറ്റൊരു മാറ്റം ഉണ്ടാകുമോ? നമസ്കാരം. നമസ്കാരം.
ആദ്യമായിട്ട് ഈ നമ്മുടെ മാർപ്പാപ്പയെ കാണിച്ച് അദ്ദേഹം ആരോഗ്യവാനായി തിരിച്ചു വരുന്ന സംഭവം കാണിച്ചതിൽ നന്നായിരിക്കുന്നു. അദ്ദേഹത്തിന് ആശംസകൾ നേരുന്നു, നന്മകൾ നേരുന്നു. അതാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. രണ്ടാമതായി ഇനി പറയാനുള്ളത്, പെട്ടെന്ന് കട്ടിയല്ലേ? ഇല്ല പറഞ്ഞു, എളുപ്പം പറയുന്നു. അതായത് നമ്മുടെ CPM-ലെ കണ്ടില്ലേ, ഇവിടെ നമ്മൾ ഏതാണ്ട് 38,000 ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടത്തി അതാത് സെക്രട്ടറിമാരെ തെരഞ്ഞെടുത്ത്, ഒടുവിൽ 14 ജില്ലകളിലെ സെക്രട്ടറിമാരെ തെരഞ്ഞെടുത്ത്, അതിനുശേഷം സംസ്ഥാന കമ്മിറ്റിയിലെ സംസ്ഥാന സെക്രട്ടറിയെ തെരഞ്ഞെടുത്ത് ഏറ്റവും ജനാധിപത്യപരമായ രീതിയിൽ നമ്മൾ കണ്ട ഒരു സംഭവം ഈ അടുത്ത ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരുന്നതാണ്. അതേസമയത്ത് ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടി എന്ന് പറയുകയും ആ രാജ്യം ഭരിക്കുന്ന പാർട്ടിയിലെ ജനാധിപത്യം ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു സംഗതിയാണ് നമ്മളിപ്പോ ഈ രാജീവ് ചന്ദ്രശേഖരനെ തെരഞ്ഞെടുക്കുന്നതിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാര്യം എന്തെന്ന് വെച്ചാല്, ഈ രാജീവ് ചന്ദ്രശേഖർ ഒരു ബിസിനസ്മാൻ ആണ്. അദ്ദേഹത്തിന് പൈസ കാര്യങ്ങളിലാണ് താല്പര്യം കൂടുതൽ ഉണ്ടാവുക. ജനാധിപത്യപരമായ കാര്യങ്ങൾ അദ്ദേഹത്തിന് പറയാൻ കഴിയില്ല. നമുക്ക് ഓരോ പാർട്ടിയുമാണ് തീരുമാനിക്കുന്നത് അവരുടെ ആര് ആവണം. തീരുമാനിക്കുന്ന രീതിയാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ കണ്ടതും ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യത്തെ പറ്റിയാണ് പറയുന്നത്. ഇപ്പൊ നോക്കൂ, അദ്ദേഹം എത്രയോ ആഡംബര കാറുകൾ സ്വന്തമായുള്ള ഒരാളാണ്. അതൊരു ആഡംബരക്കാരായ അദ്ദേഹം വ്യവസായം നടത്തി കാശുണ്ടാകുന്നതിന് നമുക്ക് ഒരു രാഷ്ട്രീയക്കാരെ എല്ലാവരും മറ്റു ചെയ്യുമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതല്ല, വ്യവസായം നടത്തുകയും കാശുണ്ടാക്കുകയും ചെയ്യുന്ന നല്ല കാര്യമാണ്, ഞാൻ അഭിനന്ദിക്കുകയാണ്. പക്ഷെ അതുപോലെ സ്വന്തമായിട്ട് വിമാനം വരെയുള്ള ഒരാളാണെന്നാണ് അറിയുന്നത്. അതെന്തോ ആയിക്കോട്ടെ, അത് ഉണ്ടാകുന്നൊന്നും ഒരു തെറ്റല്ലല്ലോ. അല്ല, തെറ്റാണ്. ഞാൻ ഒരാളുടെ ജീവിതകാലത്ത് അയാൾക്ക് അധ്വാനിച്ച് അങ്ങനെയൊക്കെ വ്യവസായത്തിൽ വിജയിക്കാൻ കഴിയുന്നെങ്കിൽ അതൊരു പോസിറ്റീവ് അല്ലേ? പറഞ്ഞില്ല, എന്റെ പോയിന്റ് അതല്ല. ഞാൻ അടുത്തതിലേക്ക് പോകട്ടെ. എളുപ്പം പറയൂ. എന്റെ പോയിന്റ് എന്താണെന്ന് വെച്ചാല്, ഈ BJP എന്ന് പറയുന്ന പാർട്ടി കേരളത്തില് അങ്ങോളം ഇങ്ങോളം വോട്ട് കച്ചവടം നടത്തിയ ഒരു പാർട്ടിയാണെന്നുള്ള ഒരു പേരുദോഷ പാർട്ടിക്കുണ്ടല്ലോ. അപ്പൊ അങ്ങനെ കാശുള്ള ഒരാൾ വരുമ്പോ ഈ കസേരയും കാശ് കൊടുത്ത് വാങ്ങുന്നതല്ലാതെ എന്താ ഉറപ്പ് എന്നാണ് ഞാൻ പറയുന്നത്. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് മുമ്പൊരാൾ പറഞ്ഞതുപോലെ വെള്ളായണിയിൽ നിന്നും പേര് ശ്രീകണ്ഠൻ നായരാണ്. ശ്രീകണ്ഠൻ നായർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? രാജീവ് ചന്ദ്രശേഖരന്റെ വരവ് BJPക്ക് നേട്ടമാകുമോ? നേട്ടമുണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? പ്രതീക്ഷ എന്ന് പറയുന്നത്, നമ്മളെ ഇപ്പം ലോക്സഭ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതേ ഉള്ളൂ. അതില് എന്തായാലും കോൺഗ്രസിനെക്കാട്ടി നല്ല മുൻപന്തിയിൽ വന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനേക്കാൾ മുൻപന്തിയിൽ വന്നില്ല, കോൺഗ്രസ് പരാജയപ്പെട്ടു. അതെ, ശശി തരൂർ കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാട്ടി നല്ല വോട്ട് കുറഞ്ഞിരിക്കുന്നത് അത് ചന്ദ്രശേഖരനാണ് പിടിച്ചിട്ടുള്ളത്. അല്ല, അതിനു മുമ്പ് ശശി തരൂരിന്റെ വേണമെങ്കിൽ ഞാൻ ഒരു കമന്റ് കൂടി, ശ്രീ ബിജു സുകുമാരൻ, ബൈജു എന്ന് പറഞ്ഞാൽ പറയുന്നു, അവതാരകന് വിവരമില്ലേ, വെറും 15,000 വോട്ടിനാണ് വിശ്വപൗരനായ തരൂർ ജയിച്ചത്, അത് താമസിച്ചു പ്രചരണം ആരംഭിച്ചിട്ട് എന്നൊക്കെ ബിജു സുകുമാരൻ പറയും. ശ്രീ ബിജു സുകുമാരൻ, 2009 ശശി തരൂർ അന്ന് BJP മൂന്നാം സ്ഥാനത്തായിരുന്നു. അന്ന് 1,00,000 താഴെ വോട്ടിനാണ് BJP കിട്ടിയത്. അന്ന് 99,998 വോട്ടിനാണ് ജയിച്ചത്. 2014 ഏറ്റവും കടുത്ത മത്സരം നടന്നത്. അന്നാണ് O രാജഗോപാലായിട്ട് മത്സരിക്കുമ്പോൾ 15,470 വോട്ടിനാണ് O രാജഗോപാൽ 2014 10 വർഷം മുമ്പ് രാജഗോപാലിനോട് ശശി തരൂർ വിജയിക്കുന്നത്. കഴിഞ്ഞ തവണയാണ് ശശി തരൂർ 99,000 വോട്ടിന് ഭൂരിപക്ഷം കിട്ടിയത്, 99,989. ഇത്തവണ 16,077 വോട്ടാണ്. O രാജഗോപാൽ ഉണ്ടാക്കിയ നേട്ടത്തിന് അടുത്ത് എത്താൻ കഴിഞ്ഞു എന്നതിനപ്പുറത്തേക്ക്, ഞാൻ തുടക്കം മുതൽ തന്നെ പറയുന്നുണ്ട്, അതിനപ്പുറത്തേക്ക് നിലനിർത്തി എന്നതിനപ്പുറത്തേക്ക് ഏതെങ്കിലും വലിയ നേട്ടമുണ്ടാക്കാൻ രാജീവ് ചന്ദ്രശേഖരന് വോട്ടിംഗ് കണക്കിൽ തിരുവനന്തപുരത്ത് കഴിഞ്ഞിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ്. 4ാം തവണ മത്സരിക്കുന്ന ഒരാളാണ് എന്നത് ആലോചിക്കണം. സ്വാഭാവികമായും ഒരുപാട് പേർക്ക് അത്തരം ഒരു വിരുദ്ധ വികാരമൊക്കെ ഉണ്ടാവേണ്ട സമയം കൂടിയാണ്. പക്ഷേ അപ്പോഴും അങ്ങനെ ഒരു നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പിന്നോട്ട് പോയി എന്നുകൂടി ചിലപ്പോൾ പറയേണ്ടി വരും. അതുകൊണ്ട് അവതാരകൻ്റെ വിവരം പരിശോധിക്കുന്നതിന് മുമ്പ് ഇതെല്ലാം നിങ്ങൾക്ക് എല്ലാ വെബ്സൈറ്റുകളിലുമൊക്കെ ലഭ്യമാണ്. ഇലക്ഷൻ കമ്മീഷൻ തന്നെ സൈറ്റുകളുണ്ട്. ആ സൈറ്റൊക്കെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ ബിജു സുകുമാരന് ഇത്തരത്തിലുള്ള സംശയം ഉണ്ടാവില്ല. വിവരത്തെക്കുറിച്ചുള്ള സംശയം അങ്ങ് മാറും ബിജു സുകുമാരൻ. എന്തായാലും മറ്റ് ഒരു പ്രേക്ഷകൻ കൂടിയുണ്ട്, ശ്രീകണ്ഠൻ നായരാണ്. ശ്രീകണ്ഠൻ നായർ, സോറി, താങ്കൾ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ശ്രീകണ്ഠൻ നായർ, താങ്കൾ തുടരാം. സാറേ, ഇതാണ് പറഞ്ഞത്, നമ്മളെ ഈ ജയിച്ചു വരുന്ന പാർട്ടി നമ്മളെ BJP ആണ്. വന്നുകൊണ്ട് നല്ല ഭൂരിപക്ഷം ഇത്തവണ വിജയിക്കും എന്നുള്ള നല്ലൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ശരി, അതെ, നമ്മൾ ഈ വോട്ടെണ്ണൽ കണ്ടതാണ്. ശരി, എല്ലാ പ്രാവശ്യവും നമ്മൾ ചെയ്ത് വന്നുകൊണ്ടില്ല. അവസാന ഘട്ടം കോവളം എണ്ണിയപ്പോഴാണ് പാറശാലയിലാണ് ഏറ്റവും കൂടുതൽ, പാറശാലയിലാണ് 3ാം സ്ഥാനത്തേക്ക് പോയത് രാജീവ് ചന്ദ്രശേഖരൻ. പാറശാലയിൽ 3ാം സ്ഥാനം പോയത്. കോവളവും പാറശാലയും നെയ്യാറ്റിൻകരയുമാണ്. ഇപ്രാവശ്യം തിരുവനന്തപുരത്തും ഭൂരിപക്ഷം കിട്ടിയില്ല. പണ്ട് O രാജഗോപാലൻ തിരുവനന്തപുരത്ത് അടക്കം ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്തും ഭൂരിപക്ഷം കിട്ടിയത്. തിരുവനന്തപുരത്ത് ഭൂരിപക്ഷം കുറവാണെങ്കിലും ശശി തരൂരിനാണ്. രാജഗോപാലിന് ഭൂരിപക്ഷം ഉള്ളത് തിരുവനന്തപുരത്താണ്.
രാജഗോപാലിന് ഈ 4 മണ്ഡലങ്ങളിലും ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. നല്ല ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ശരി, വിജയിക്കും എന്നുള്ള നല്ല പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നില്ല, നഷ്ടപ്പെട്ടു പോയി. ശരി, ഓക്കെ. എന്തായാലും അങ്ങനെ താങ്കളുടെ അഭിപ്രായം മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ മോൻ അനിയൻകുട്ടനാണ് പത്തനംതിട്ട. ശ്രീ അനിയൻകുട്ടൻ കുറച്ച് ദിവസം കണ്ടില്ലല്ലോ. ഹലോ സാറേ, നമസ്കാരമുണ്ട്. എങ്ങനെയുണ്ട് ഈ BJP-യുടെ അധ്യക്ഷൻ മാറുമ്പോൾ എന്താ അവസ്ഥ? ഞാൻ ഇടയ്ക്കൊക്കെ വിളിക്കുന്നുണ്ട്, ഒന്നും കിട്ടുന്നില്ല, ഭയങ്കര തിരക്കല്ലേ. ശരി, ഓക്കെ, പറഞ്ഞോളൂ. ഇപ്പൊ ന്യൂസ് 18 എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര തിരക്കാണ്, നല്ലൊരു കാര്യമാണ്. ഇത് നമുക്ക് വിളിക്കുന്നവർക്ക് കിട്ടിയതും വിളിക്കാത്തവർക്ക് കിട്ടട്ടെ എന്നുള്ളൊരു ഇടയ്ക്കിടയ്ക്ക്. എന്നാലും അനിയൻകുട്ടൻ്റെ കൂടെ നല്ല മനസ്സ് നമ്മുടെ ബാക്കി പ്രേക്ഷകർക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ബാക്കി എല്ലാവരും പരാതിയാണ് വലിയ. അങ്ങനെ പരാതി പറയരുത്. എന്ന് കഴിഞ്ഞാൽ ഇപ്പൊ ഇത് ആഗ്രഹിച്ചിരിക്കും വിളിക്കുന്നവർക്ക്, പക്ഷെ ഇന്ന് വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ 3-ാം ദിവസമായിരിക്കും കിട്ടുന്നത്. ഒരുപാട് ആളുകൾ വിളിക്കുമ്പോൾ സ്വാഭാവികമായും അങ്ങനെ വരുന്നതാണ്. പറഞ്ഞോളൂ. അങ്ങനെ വരും. അങ്ങനെ പ്രേക്ഷകർ കൂടിക്കൊണ്ടിരിക്കുകയല്ലേ, അവർക്ക് അവസരം കിട്ടട്ടെ എന്നൊക്കെ പിന്നെ മാറി ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട്. ചിലപ്പം കിട്ടും, ചിലൊക്കെ ഇതൊന്നും കിട്ടിയില്ല. പോട്ടെ. ഇനി എന്താ സാറേ വിഷയം? നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ BJP-യുടെ സംസ്ഥാന അധ്യക്ഷനാവുന്നു. അത് സുരേന്ദ്രൻ മാറി വരുമ്പോൾ അത് BJP-ക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കുമോ? സാറേ ഞാൻ നിർത്തല്ലേ, പറഞ്ഞോളൂ. ഞാൻ ഒത്തിരി സമയം വേണ്ട. ഇപ്പൊ ഈ രാജീവ് ചന്ദ്രശേഖർ ഇങ്ങോട്ട് വന്നാലും BJP-യിൽ ഇങ്ങോട്ട് അധ്യക്ഷനായിട്ട് വന്നാലും ഒന്നും ഇവിടെ ഒരു ചുറ്റി നടക്കാൻ പോകില്ല. കാര്യം എന്നാണെന്നറിയോ, ഇവിടെ ഈ ഭാഷ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി വന്നാലും അമിത്ഷാജി വന്നാലും ഈ കേരളത്തിൽ രക്ഷപിടിപ്പിക്കുക, കോൺഗ്രസിനെ രക്ഷപിടിപ്പിക്കാതിരിക്കുകയാണ് ഇവർ നോക്കുന്നത്. ഇവര് കഴിഞ്ഞ പ്രാവശ്യം 64 മണ്ഡലത്തിൽ കഴിഞ്ഞ പ്രാവശ്യം BJP-ക്ക് സൈഡായിരുന്നു. BJP ഇടതുപക്ഷത്തെ പിന്തുണച്ചു, അതുകൊണ്ടാണ് അധികാരം കിട്ടിയത്. പക്ഷെ ഇവര് ഈ ഇടതുപക്ഷം അവരും പറയും വലിയ ശത്രുക്കളാന്ന് പറയും. ഒരു ശത്രുക്കളുമല്ല. ഈ ചന്ദ്രശേഖർ വന്നാലും ആര് വന്നാലും ഇനി ND രമേശ് ഇങ്ങോട്ട് വന്നാലും ഇവിടെ കോൺഗ്രസിനെ പരാജയപ്പെടുത്തുകയാണ് ഇവരുടെ മുഖ്യ ലക്ഷ്യം. BJP-യുടെ ഒരിക്കലും ഗതി പിടിക്കാൻ പോകും. ഈ BJP എന്ന് പറയാൻ ഒരിക്കലും ഗതി പിടിക്കാൻ പോകുന്നില്ല. ഇവർ ഈ ഇടതുപക്ഷം വോട്ട് ചെയ്ത് ഇവർക്ക് ഓരോ ഇഷ്ടം കഴിയുന്നവരും ശതമാനം കുറഞ്ഞു കുറഞ്ഞല്ലേ വരുന്നത്. 64 മണ്ഡലത്തിൽ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വോട്ട് ചെയ്യുന്നുള്ള ആരാ പറഞ്ഞത്? ഒരു RSSന്റെ നേതാവ് തന്നെയാണ് പറഞ്ഞത്, ചെങ്ങന്നൂരിലുള്ള ഒരു നേതാവ് തന്നെയാണ് പറഞ്ഞത്. ശരി, അല്ലേ? താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ഈ ചന്ദ്രശേഖരൻ ഇങ്ങോട്ട് വന്നാലും ശരി, നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. രവീന്ദ്രനാണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന്. ശ്രീ രവീന്ദ്രൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? രാജീവ് ചന്ദ്രശേഖർ ഒരു സ്ഥിരം രാഷ്ട്രീയക്കാരനല്ലാത്ത മറ്റൊരു തരത്തിലുള്ള ഒരു മുഖം വരുന്നു കേരളത്തിൽ BJP-യുടെ തലപ്പത്ത്. അത് BJP ഏത് തരത്തിലേക്കായിരിക്കും മാറ്റം ഉണ്ടാക്കുക? അതായത് BJP-യെ പറ്റി അറിയാവുന്നവർക്കും BJP എന്താണെന്ന് അറിയാവുന്നവർക്കും അറിയാം. BJP പരീക്ഷണങ്ങൾ പലതും നടത്തുന്ന ആളാണ്. ഇപ്പൊ BJP-യെ ഇപ്പൊ ഒരു ഭാഷ പറയുന്നത് കേട്ടോ, ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ശതമാനം കുറഞ്ഞു. ഈ ഉദ്യോഗമൊക്കെ എവിടെ ജീവിക്കുന്ന ശ്രീ രവീന്ദ്രൻ, അതാരാ അങ്ങനെ പറഞ്ഞത്? ഒരാളും അങ്ങനെ പറഞ്ഞില്ല. ഇപ്പൊ പറഞ്ഞ വ്യക്തി ഒന്നും പറഞ്ഞില്ല. ആരും ശതമാനം കുറഞ്ഞു എന്നൊന്നും പറഞ്ഞില്ല. ഇപ്പൊ വിളിച്ച് അനിയൻകുട്ടൻ എന്ന് പറഞ്ഞ പാർട്ടി ഇപ്പൊ പറഞ്ഞതാ. ഇരുന്ന് അത് കേട്ടോണ്ട് ശരി, ഞങ്ങളെല്ലാം കേട്ടോണ്ട് നിന്നാ കേട്ടാ. അത് പോട്ടെ. ഈ പരീക്ഷണങ്ങൾ പലതും ഇവിടെ നടത്തിയിട്ടുണ്ട്, പലതും വിജയിച്ചിട്ടുണ്ട്, ചിലത് വിജയിക്കാതെ പോകും. ഓരോ സംസ്ഥാനത്തുകളും 10-21 സംസ്ഥാനം ഭരിക്കുന്ന NDA എന്ന് പറഞ്ഞ ഒരു കക്ഷിയാണ്. അതുപോലെ രാജ്യം ഭരിക്കുന്ന ഒരു കക്ഷിയാണ്. ഇതിപ്പോ എന്താണെന്ന് വെച്ചാൽ ചുമ്മാ രീതിയിൽ നമ്മൾ വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ ഈ CPI-യുടെ അക്കൗണ്ട് പൂട്ടിച്ചത് പരീക്ഷണമായിരുന്നു അല്ലേ? തൃശ്ശൂർ ഒരു പരീക്ഷണം വെച്ചതല്ലേ കൊണ്ട് നിർത്തി സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത്. അങ്ങനെയാണ്, അതൊരു പരീക്ഷണമല്ലെന്നോ? CPI-യുടെ അക്കൗണ്ട് പൂട്ടിച്ചു കഴിഞ്ഞില്ലേ? അതുപോലെ എത്രയോ സംസ്ഥാനങ്ങൾ ഈ ഇടതുപക്ഷം 30-28 കൊല്ലം ഭരിച്ച സംസ്ഥാനങ്ങളിലൊക്കെ ഇപ്പൊ സെക്കൻഡായിട്ട് നിൽക്കുന്ന ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പം BJP-യാണ്. ഇതൊക്കെ മനസ്സിലാക്കാതെ ചുമ്മാ ഇവിടുന്ന് ഈ ന്യൂസ് 18 ചാനലും നമ്മൾ ആളുകൾ ചോദിക്കുന്നത് അങ്ങനെയല്ല. കേരളത്തിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു പരീക്ഷ നടത്തിയോണ്ട് നേട്ടം ഉണ്ടാവുമെന്നും നേട്ടം ഉണ്ടാവില്ലെന്നും നമ്മൾ പറഞ്ഞില്ല. നേട്ടം ഉണ്ടാവുമെന്ന് കരുതുന്നവരും നേട്ടം ഉണ്ടാവില്ല എന്ന് കരുതുന്നവരും ഒക്കെ ഉണ്ട്. കിരൺ ഇപ്പൊ പറയുന്നത് കേട്ട് ഇതുകൊണ്ട് ഇങ്ങനെയൊക്കെ പോയാലും ഇവിടെ ഒന്നും ഒരു സംസ്ഥാനത്ത് നേട്ടം ഉണ്ടായിട്ടില്ല. മുമ്പ് കിരൺ പറയുന്നത് കേട്ടാ. കിരൺ പറയുന്നത് രവീന്ദ്രൻ, താങ്കൾ ഈ ഇടയ്ക്ക് നമ്മൾ പറയാത്ത കാര്യങ്ങളൊക്കെ കയറി പറയുന്നത്. നിങ്ങൾ പറഞ്ഞ മുമ്പേ ഈ പരീക്ഷണം കൊണ്ടൊന്നും ക്ലച്ച് പിടിക്കുവോ, ഇവിടെയൊക്കെ രക്ഷപ്പെടുവോ എന്നൊക്കെ. എവിടെയൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്, ഏതെല്ലാം സംസ്ഥാനത്ത് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല ഇദ്ദേഹത്തെ രാജീവ് ചന്ദ്രശേഖർ വന്നാൽ കേരളത്തിൽ BJP രക്ഷപ്പെടുമെന്ന് ഞാൻ പറഞ്ഞില്ല, രക്ഷപ്പെടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല കിരണ, ഈ ഇത് അവരുടെ ഒരു പരീക്ഷണമാണ്. കേരളത്തിലെ സ്ഥിരമായിട്ടുള്ള പ്രധാന രാഷ്ട്രീയ നേതാക്കളെ ഒഴിവാക്കി നിർത്തി ഒരു വ്യവസായിയെ, ഒരു ടെക്നോക്രാറ്റിനെ കൊണ്ടുവന്ന് തലപ്പത്ത് വെച്ചത് ഒരു പരീക്ഷണമാണ്. ആ പരീക്ഷണം വിജയിക്കുമോ ഇല്ലയോ എന്നുള്ള ചർച്ച മാത്രമാണ്. അപ്പൊ കിരണ, ഞാൻ ചോദിക്കട്ടെ, നീക്കം തന്നെയല്ല പറഞ്ഞു ഒരു ചായക്കടക്കാരനെ കൊണ്ട് പ്രധാനമന്ത്രിയാക്കി കഴിഞ്ഞാൽ ഈ ഇന്ത്യ മഹാരാജ്യം മുടിഞ്ഞു പോകുന്നു പറഞ്ഞ വ്യക്തികളല്ലേ നിങ്ങള്? ഞങ്ങൾ ആരും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ചായക്കടക്കാരനാണോ ഇല്ലയോ എന്നുള്ളതൊക്കെ വേറെ കാര്യം. ഞങ്ങൾ BJP ഭരിക്കുന്നുണ്ട്, മനസ്സിലായോ? ഇത് കേരളത്തിലെ കാര്യമാണ് ചോദിച്ചത്. കേരളത്തിൽ BJP നടത്തിയ പരീക്ഷണമൊന്നും അങ്ങനെ കാര്യമായി വിജയിച്ചിട്ടില്ല.
നിങ്ങളെ പോലുള്ളവർ ഞാൻ ഈടാൻ പറഞ്ഞു ചുമ്മാ കിടന്ന് വാലെ കുത്തി ചാടിയിട്ട് കാര്യമൊന്നും രവീന്ദ്രൻ കേട്ടോ രവീന്ദ്രന്റെ പക്ഷെ മറ്റ് RSSകാരും BJP-കാരും വിളിച്ച് പറഞ്ഞത് അങ്ങനെയല്ല കേട്ടോ. താങ്കൾ കേട്ട് കാണുമല്ലോ. പറഞ്ഞ മണിമലക്കാരെന്ന് പറഞ്ഞില്ലേ, അൽഫോൺസ് കണ്ടെത്താനെന്ന് പറഞ്ഞ മണിമലെ പോലീസ് സ്റ്റേഷന് തൊട്ടടുത്ത് താമസിച്ചോണ്ടിരുന്ന ആ പുള്ളിക്കൊക്കെ വേണ്ടി ഞങ്ങൾ രാത്രി പകൽ ഇല്ലാതെ ഉറക്കളച്ച് CPM കൊണ്ടൊന്ന് പ്രവർത്തിച്ചിട്ടുള്ള അറിയോ. ശരി, ഓക്കെ. എന്തായാലും നമുക്ക് യൂട്യൂബിലെ ചില കമന്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. അതിനു മുമ്പ് ശ്രീ അച്യുതനാണ് കോഴിക്കോട് നിന്ന്. ശ്രീ അച്യുതൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു, ഈ രാജീവ് ചന്ദ്രശേഖരന്റെ വരവ് BJP-ക്ക് ഏത് തരത്തിലുള്ള മാറ്റമാവും ഉണ്ടാകുക? അതെ, നമസ്കാരം സാർ. നമസ്കാരമുണ്ട്. അതായത് BJP-ന്റെ കാര്യങ്ങൾ BJP തീരുമാനിച്ചു. അത് ആര് കൊണ്ടുവന്നാലും ഒരു നേതാവാണ്, ഒരു നേതാവിനെ അവിടെ അധ്യക്ഷ സ്ഥാനത്ത് ഇരുത്തുകയാണ്. അത് BJP-ന്റെ ടെക്നോളജി ഉപയോഗിച്ചിട്ട് നന്നാക്കും. ആരും അഭിപ്രായം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ശരി, ഓക്കെ. എന്തായാലും നമുക്ക് പല ടെക്നോളജി ഉണ്ടാവും. അതേമാതിരി ടെക്നോളജി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ശ്രീ പ്ലാനറ്റ് 9 മലയാളം പറയുന്നു. പ്രിയങ്കയേക്കാൾ ഭേദം പ്രിയങ്കയെ കെട്ടിയിറക്കി രാജീവ് എന്തായാലും മലയാളിയാണ്, മറ്റു നാടുകളിലേക്കാണ് മലയാളികളെ കെട്ടിയിറക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ തന്നെക്കാൾ പ്രവർത്തന പാരമ്പര്യമുള്ള നേതാക്കന്മാരെ എന്ന് പറഞ്ഞു നിർത്തുന്നു. അതോടൊപ്പം തന്നെക്കാൾ പ്രായമുള്ള നേതാക്കന്മാരെ എടോ എന്ന് വിളിക്കുന്നു. അഹങ്കാരിയായ ശോഭാ സുരേന്ദ്രൻ പ്രസിഡന്റാകാൻ യാതൊരു യോഗ്യതയിലും ദിലീപ് കുമാർ പറയുന്നു. എടോ എന്ന് വിളിക്കുന്നതൊക്കെ എങ്ങനെയാണ് ശ്രീ ദിലീപ് കുമാർ? എനിക്കറിയില്ല ആരെങ്കിലും വിളിച്ചില്ലോ എന്നൊന്നും. അങ്ങനെ ഒരാൾ വിളിച്ചെങ്കിൽ അല്ലെങ്കിൽ വിളിക്കേണ്ട സ്ഥലത്ത് വിളിക്കണമെന്ന് തന്നെയാണ്. പ്രായമുള്ളതിൻ്റെ പേരിൽ ചില സമയത്ത് എടോ എന്നല്ല എടാ എന്ന് വിളിക്കേണ്ടടുത്ത് അങ്ങനെ തന്നെ വിളിക്കുകയൊക്കെ തന്നെ വേണം. അത് അങ്ങനെ വിളിച്ചില്ലോ എന്ന് എനിക്കറിയില്ല. താങ്കൾ എങ്ങനെയാണ് അഭിപ്രായം? ഒരു വ്യക്തിപരമായി അങ്ങനെ ആരെങ്കിലും സംബോധന ചെയ്യുന്നത് വെച്ചിട്ടല്ല, അവരുടെ രാഷ്ട്രീയ നിലപാട് വെച്ചിട്ട് വേണം ആരെയാലും വിമർശിക്കേണ്ടത്. നേതാക്കന്മാരെ പൂട്ടിയിട്ടതും കമ്മിറ്റി പിരിച്ചുവിട്ടതും കണ്ടതാണെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ കുറേയേറെ കമൻറ്റുകൾ കൂടിയുണ്ട്. നമ്മുടെ സമയം അവസാനിക്കാൻ പോവുകയാണ്. ശ്രീ രാധാകൃഷ്ണനാണ് ചാത്തന്നൂരിൽ നിന്ന്. ശ്രീ രാധാകൃഷ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു, ഈ കെ സുരേന്ദ്രൻ മാറി രാജീവ് ചന്ദ്രശേഖർ വന്നാൽ BJP-യിൽ ഏത് തരത്തിലുള്ള മാറ്റമാവും ഉണ്ടാവുക? നമ്മൾ ഇതിന് സമാനമായിട്ടുള്ള വിഷയങ്ങൾ മുമ്പും സംസാരിച്ചിട്ടുണ്ട്. ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് പലതിനും, ഞാനൊരു രാഷ്ട്രീയക്കാരനാണെന്ന് അറിയാമല്ലോ, അറിയാം. അതുകൊണ്ട് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ആഭ്യന്തര വിഷയത്തിലൊന്നും ബന്ധപ്പെട്ട കാര്യമില്ല. എങ്കിലും ഒരു പൊതുജനം എന്നുള്ള നിലയ്ക്ക് നമുക്ക് സ്വതന്ത്രമായ അഭിപ്രായങ്ങളുണ്ട് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നെങ്കിലും. അതുകൊണ്ട് മാത്രമാണ് പറയുന്നത്. ഞാനും 25 വർഷം BJP-കാരനായിരുന്നു. ഇത് തന്നെയാണ് അവസ്ഥ. അതിന്റെ ഈ പാടത്ത് നെല്ല് വിളയുമ്പോൾ എലി അങ്ങ് പത്തനംതിട്ടയിൽ നിന്ന് വരുമെന്ന് ഞങ്ങളുടെ ചാത്തന്നൂർക്കാരും കൊല്ലത്തുകാരൊക്കെ പറയും. ഈ പല രാഷ്ട്രീയ പാർട്ടികളുടെ അവസ്ഥ അതാണ്. അവിടെ എത്രയോ ഇത് അർഹതപ്പെട്ട വളരെ ഇവിടുത്തെ അണികൾ, ഞങ്ങളെല്ലാ പാർട്ടിക്കാരുമായിട്ട് ബന്ധപ്പെടുന്നവരാണ്. വളരെ പ്രതീക്ഷയോടെയാണ് ഇവിടുത്തെ BJP-കാരൊക്കെ ഇരുന്നത്. കാരണം വളരെ ആവേശത്തോടെ ഇപ്പൊ ശോഭാ സുരേന്ദ്രൻ വരും ഇവിടെ കേരളത്തിൽ, ഇപ്പോൾ അങ്ങ് തകർക്കും. അതുപോലെ തന്നെ MT രമേശ് വരും കേരളത്തിൽ, അങ്ങ് തകർക്കും. അണികൾ അങ്ങ് വലിയ ഇപ്പൊ ഒരു കാര്യം ഞങ്ങൾക്ക് ഇടതുപക്ഷക്കാർക്ക് മനസ്സില്ല, ഞങ്ങൾ ജോലി ഇതിലൂടെ കുറയും. കാരണം ഞങ്ങൾ അത്രയും കൂടെ കുറച്ച് പണിയെടുത്തോ. ഞങ്ങൾക്ക് സന്തോഷം, രാഷ്ട്രീയക്കാരായതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുക. പക്ഷെ എങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇത് ഭൂഷണമല്ല, പ്രവർത്തിച്ച് വരാത്തവരെ. ശരി, ഓക്കെ. എന്നാലും താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. എന്തായാലും വളരെ വ്യത്യസ്തമായ പ്രതികരണങ്ങളാണ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായത്. BJP-കാരാണ്, RSSകാരാണെന്ന് പറഞ്ഞവർ അടക്കം ഇനി അവരുടെ പറയുന്നത് നമുക്ക് വിശ്വസിക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച മാർഗം. മറ്റ് അഭിപ്രായങ്ങൾ പറഞ്ഞവരുണ്ട്. രാജീവ് ചന്ദ്രശേഖർ അല്ല എന്ന്, ചിലരെങ്കിലും ശോഭാ സുരേന്ദ്രൻ വരണം എന്ന തരത്തിലുള്ള അഭിപ്രായം പറഞ്ഞവരുണ്ട്. രാജീവ് ചന്ദ്രശേഖർ വന്നു കഴിഞ്ഞാൽ ഒരു പുതിയ മുഖമാണ്, പുതിയ തരത്തിലുള്ള നേതാവാണ്. അദ്ദേഹം വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ BJP-ക്ക് വലിയ മാറ്റമുണ്ടാവും എന്ന് അഭിപ്രായം പറഞ്ഞവരുണ്ട്. അങ്ങനെ സമ്മിശ്രമായ അഭിപ്രായ പ്രകടനങ്ങളാണ് ഈ രാജീവ് ചന്ദ്രശേഖരൻ്റെ BJP അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള വരവിനെ കുറിച്ച് പ്രേക്ഷകരുടെ ഭാഗത്തുനിന്നുണ്ടായത്. എന്തായാലും നാളെയും ഇതേ സമയം News 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.